യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ക്രൂശിൽ കാണുന്ന കൈയെഴുത്തുകളെയാണ് നാം കാണുന്നത്. ക്രൂശിലെ കൈയെഴുത്ത്. കടന്നു വന്നാട്ടെ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 17 വാക്യം മുതൽ 22 വാക്യം വരെ വായിക്കുന്നതിന് മുൻപ് ദൈവകൃപയാൽ ക്രൈസ്റ്റ് സെന്റർ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ലിങ്ക് ദയവായി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഈ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ ജനം കേൾക്കേണ്ട ഏറ്റവും ശക്തമായ അതേ കാര്യാദികളായിരിക്കും ദൈവകൃപയാൽ നിങ്ങൾ ലൈവായി കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, വാർത്താമാധ്യമങ്ങളിൽ മറ്റും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കേൾക്കേണ്ട ഏറ്റവും ശക്തമായ ദൈവിക ദൂതുകളായിരിക്കും നിങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. പുല്ല് ഉണങ്ങും, പൂവാടും, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സൊസൈറ്റിയുടെ ശബ്ദമല്ല, സമൂഹത്തിന്റെ ശബ്ദമല്ല, മാധ്യമത്തിന്റെ ശബ്ദമല്ല, മറ്റേതെങ്കിലും മനുഷ്യന്റെ ശബ്ദമല്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ചൈതന്യം പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ ടൈം 8:30 മണിക്ക് മുൻപായി അതേ ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രിയിലും ക്രൈസ്റ്റ് സെന്റർ ഒരുങ്ങുകയാണ്. ക്രൈസ്റ്റ് സെന്ററിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഇന്നലെ ഞാൻ നിങ്ങൾക്കായി നൽകിയിരുന്നതായ വോയിസ് നോട്ട് പോലെ ദൈവകൃപയാൽ പ്രാർത്ഥനയുടെ ആത്മാവിൽ ഇപ്പോഴേ അതേ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന അനേകർക്ക് ഇന്ന് രാത്രി വിടുതലാകുവാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അനേകർക്ക് സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന പിശാചിന്റെ ബന്ധനങ്ങളെ അതേ പരിശുദ്ധാത്മാവിന്റെ തീ പിടിപ്പിക്കട്ടെ. അവ എരിഞ്ഞു മാറട്ടെ, അവ തകർന്നു മാറട്ടെ, ഉരുകേണ്ടവ ഉരുകി മാറട്ടെ. ക്രൂശിലെ മേലെടുത്ത് കടന്നു വന്നാട്ടെ. Gospel of St. John chapter 19 verses 17 to 22. യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 19:17 മുതൽ വായിക്കുമ്പോൾ, അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗൊത്ത എന്നു പേരുള്ളതായ തലയോടിരം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോട് കൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പിലാത്തോസ് ഒരു മേലെടുത്ത് എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപം ആകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പിലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പിലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. അതിന് പിലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. 19 വാക്യത്തിലേക്ക് എന്താണ് പിലാത്തോസ് എഴുതിയതെന്ന് നമുക്ക് കാണാം. 19-20 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി വായിക്കാം. എല്ലാവരും ശബ്ദമുയർത്തിയാട്ടെ. പിലാത്തോസിന് മേലെടുത്ത് എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. 20 വാക്യം, യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപം ആകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ച് അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. സഹോദരങ്ങളെ, ഈ രാത്രി ക്രൂശിലെ മേലെഴുത്ത്, അതാണ് നാം ചിന്തിക്കുന്നത്. സ്തോത്രം. ക്രൂശിലെ മേലെഴുത്ത്, ദ റൈറ്റിംഗ് ഓൺ ദ ക്രോസ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ പറയാതെ ഇരുന്നാൽ അതൊരിക്കലും ഒരു പൂർണ്ണ സുവിശേഷം ആകത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്കോ നമ്മുടെ ക്രിസ്തു യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നാം ഇന്നലെ ആവർത്തിച്ച് കേൾക്കുകയുണ്ടായി, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ക്രൂശിൽ പ്രശംസിക്കുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരിക്കൽ കൂടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ആ ക്രൂശിനെ കുറിച്ച് പ്രശംസിക്കുന്നു. കർത്താവായ യേശുവിന്റെ ക്രൂശിനായി സ്തോത്രം. ക്രൂശിന്റെ വചനം ഇന്ന് രാത്രിയിലും നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക്
അത് സ്തോത്രം ജയവും ആയിത്തീരുന്നു. ദൈവ രക്ഷിക്കപ്പെട്ട നമുക്കോ അത് ദൈവ ശക്തിയും ആയിത്തീരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശിലെ മേലെഴുത്തിന്റെ പ്രത്യേകത എന്താണ്? ബൈബിളിൽ പല എഴുത്തുകൾ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. പുറപ്പാട് പുസ്തകം 31 അധ്യായം 18 വാക്യം വായിക്കുമ്പോൾ 10 കൽപ്പനകളെ ദൈവമായ കർത്താവ് മോശയുടെ കയ്യിൽ ഇതാ കൊടുത്തേക്കുകയാണ്. ആ 10 കൽപ്പനകളിൽ കൽപ്പലകയിൽ ദൈവം കൽപ്പനകളെ എഴുതി. നമ്പർ 1, കൽപ്പലകയിൽ എഴുതിയവനായ ദൈവം. കൽപ്പലകയിൽ എന്താണ് ദൈവം എഴുതിയത്? ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടായിരിക്കരുത് എന്നു തുടങ്ങി ഒന്നിനെയും മോഹിക്കരുത് എന്നുവരെയുള്ള 10 കൽപ്പനകളെ ദൈവം കൽപ്പലകയിൽ എഴുതുകയുണ്ടായി. കൽപ്പലകയിൽ വെളിപ്പെട്ടതായ എഴുത്ത് രാജാക്കന്മാരെയും നിയമിക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്യുന്നവനായ ദൈവം ദാനിയേൽ 5:5 പറയുന്നു, ബെൽസസർ മഹാരാജാവിനെ നീക്കുവാൻ, ബെൽസസർ രാജാവിനെ നീക്കുവാൻ ബെൽസസറിന്റെ ഡിസ്മിസ് ലെറ്റർ ദൈവം ചുവരെഴുത്തായി ചുവരിൽ എഴുതുകയുണ്ടായി. ഇതാ മനുഷ്യന് നൽകുവാൻ കൽപ്പന ദൈവം കല്ലേല് എഴുതി. എന്നാൽ മനുഷ്യനെ ഭരിക്കുവാനുള്ളതായ രാജാവ് ദേവാലയത്തിലെ പാത്രം അശുദ്ധമാക്കിയപ്പോൾ ദൈവം അവനൊരു ഡിസ്മിസ് ലെറ്റർ ചുവരിൽ എഴുതുന്നു. അത് ഹാൻഡ് റൈറ്റിംഗ് ഓൺ ദ വാൾ, ചുവരിൽ ദൈവം എഴുതുകയാണ്. നമ്പർ 3, മൂന്നാമത് വേദപുസ്തകം പറയുന്നു, ചുവരിൽ എഴുതിയവനായ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ യെരൂശലേം ദേവാലയത്തിന് മുന്നിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീയായി, ഒരു സ്ത്രീയെ യഹൂദ മതാനുസാരികൾ അക്യൂസ് ചെയ്ത് കുറ്റാരോപണം നടത്തി അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് കൊണ്ടുവന്നപ്പോൾ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നെഴുതിയ കർത്താവ്, കല്ലിൽ എഴുതിയവനായ കർത്താവ്, ചുവരിൽ എഴുതിയവനായ കർത്താവ് അവളുടെ വിടുതലിന് വേണ്ടി ഇതാ നിലത്ത് കുനിഞ്ഞ് എഴുതുവാൻ തുടങ്ങി. ഇന്ന് രാത്രിയിലും കുറ്റം പറയുന്ന ലോകത്ത് നിങ്ങളെ കല്ലെറിവാൻ കാത്തിരിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ ചേർന്ന് കല്ലെറിയുന്നവനല്ല ദൈവം. സമൂഹം നിങ്ങളെ കല്ലെറുവാൻ വേണ്ടി കല്ലുകൾ പരതുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇന്ന് രാത്രിയിലും വിടുവിക്കുന്നവനായ കർത്താവ്, എഴുത്തും വായനയും അറിയാവുന്നവനായ കർത്താവ് അവനിതാ നിലത്ത് എഴുതുകയുണ്ടായി. എന്നാൽ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, കല്ലിലെ എഴുത്ത് മാത്രമല്ല, ചുവരിലെ എഴുത്ത് മാത്രമല്ല, നിലത്തെ എഴുത്ത് മാത്രമല്ല, നിങ്ങൾക്ക് വിരോധമായ വേറെ ഒരു എഴുത്തുകൂടെയുണ്ട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് വിരോധമായ എഴുത്തുകളെ ദൈവമായ കർത്താവ് ക്രൂശിന്മേൽ വെച്ച് മായ്ച്ചു കളഞ്ഞു. കൊലോസ്യർ 2:14 അതിക്രമങ്ങൾ ഒക്കെയും ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത് മായ്ച്ചു കഴിഞ്ഞു. അതെ, വിരോധി നിങ്ങൾക്ക് എതിരെ എഴുതിയതായ എഴുത്ത്, വിരോധി നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്കെതിരെ എഴുതിയതായ എഴുത്ത്, വിരോധി ജാതകത്തിൽ നിങ്ങൾക്കെതിരെ എഴുതിയിരിക്കുന്നു, വിരോധി ഏതെങ്കിലും പേപ്പർ കെട്ടുകളിൽ നിങ്ങൾക്കെതിരെ എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി ധൈര്യമായിരിക്കാം, യേശു കർത്താവ് കാൽവരി ക്രൂശിലെ വിലയേറിയ സമ്പൂർണ്ണ യാഗത്താൽ നിങ്ങൾക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന നിയമങ്ങളും അതേ ചട്ടങ്ങളും എന്നേക്കുമായി മായ്ച്ചു കളയുന്നു. ക്രൂശിൽ വെച്ച് നിങ്ങൾക്ക് വിരോധമായ എഴുതിയ എഴുത്തുകളെ കർത്താവ് മായ്ക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് വിരോധമായി എഴുതിയ സകല എഴുത്തുകളെ മായ്ച്ചു കളവാൻ ഗുണം കർത്താവ് യേശു ക്രിസ്തു ക്രൂശിന്മേൽ ആ മേലെടുത്ത് ഏറ്റെടുത്തു. നമ്മുടെ തലയിലെ രോമങ്ങൾ എണ്ണി അറിഞ്ഞിരിക്കുന്നവനാണ് ദൈവം. ഇന്ന് രാവിലെ നിങ്ങൾ മുടിചീകിയപ്പോൾ 4 നിലത്ത് വീണ് കാണും. ഏതൊക്കെ അക്കത്തിൽപ്പെട്ടതാണ് നിലത്ത് വീണത് എന്ന് പോലും വളരെ കൃത്യമായി അറിഞ്ഞവനാണ് ദൈവം. അതുകൊണ്ട് അതേ, ദൈവം അറിയാതെയല്ല യേശുവിന്റെ തലയ്ക്ക് മുകളിൽ ആ മേലെടുത്ത് കയറിയത്. ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങളുടെ തലയിലെ ഓരോ രോമം പോലും ദൈവം എണ്ണമിട്ട് 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 അറിഞ്ഞിരിക്കുന്നു എങ്കിൽ യേശു കർത്താവ് ക്രൂശിന്മേൽ തൂങ്ങി നിന്നപ്പോൾ യേശു അറിയാതെ, അല്ലെങ്കിൽ ദൈവം അറിയാതെയല്ല ആ മേലെടുത്ത് സ്തോത്രം അവന് മുകളിൽ ആ ക്രൂശിൽ കയറിയത്. പകരം നിങ്ങൾക്ക് വിരോധമായ സകല കൈയെഴുത്തുകൾ 6 മാസം കഴിഞ്ഞിട്ടല്ല, ഈ നാളുകളിൽ, ഈ മണിക്കൂറുകളിൽ എന്നേക്കുമായി ഡിഫ്യൂസ് ചെയ്യപ്പെടുവാൻ നിങ്ങൾക്കെതിരെ എഴുതിയിരിക്കുന്നതായ സകല പ്രമാണങ്ങൾ എന്നേക്കുമായി ഡിഫ്യൂസ് ചെയ്യപ്പെടുവാൻ, അത് ക്യാൻസൽ ചെയ്യപ്പെടുവാൻ യേശു കർത്താവ്
തനിക്ക് വിരോധമായി ഇതാ ഒരു കൈയെടുത്ത് സ്തോത്രം തന്റെ തലയ്ക്ക് മുകളിൽ വരുവാൻ അനുവദിച്ചു. എന്താണ് ആ കൈയെഴുത്തിന്റെ പ്രത്യേകത? ഒന്ന്, അത് കളിയാക്കുന്നതായ ഒരു എഴുത്താണ്. നിങ്ങളെ കളിയാക്കി ആരെങ്കിലും എഴുതിയിരിക്കുന്നു, സ്തോത്രം, നിങ്ങളെ കളിയാക്കി ആരെങ്കിലും എന്തെങ്കിലും എഴുതുന്നുവെങ്കിൽ നിങ്ങൾ അതിന് മറുപടി പറയേണ്ട. നിങ്ങൾ 100% ദൈവത്തിന് വേണ്ടി നിൽക്കുക, നിങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളാകുക, ലജ്ജ കൂടാതെ ദൈവത്തിന്റെ വചനം പറയുക. ദൈവത്തിന് വേണ്ടി നിന്നിട്ട് പ്രാണന് ഭേദ്യം വന്നാൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നിശ്ചയമായി നിത്യതയിൽ കാണും. നിങ്ങൾ നിൽക്കുന്നത് മനുഷ്യന് വേണ്ടിയല്ല, സംഘടനകൾക്ക് വേണ്ടിയല്ല, ഈവൻ നിങ്ങൾക്ക് പോലുമല്ല, അവസരങ്ങൾക്കല്ല, പണത്തിനല്ല. 100% നിങ്ങൾ ദൈവത്തിന്റെ സാക്ഷിയായി വന്ന് നിങ്ങൾക്കെതിരെ ആരെങ്കിലും കളിയാക്കി എഴുതുന്നുവെങ്കിൽ യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. അക്കാര്യം നിശ്ചയമായി ദൈവം നോക്കുക തന്നെ ചെയ്യും. രണ്ടാമതായി, ആ എഴുത്ത് അതൊരു വിമർശനത്തിന്റെ എഴുത്താണ്, അതൊരു കുറ്റാരോപണത്തിന്റെ എഴുത്താണ്. യെശയ്യാ പ്രവചനം സ്തോത്രം അത് 54:17 പറയുന്നു, നിനക്കെതിരെ വരുന്നതായ നാവുകളെ നീ കുറ്റം വിധിക്കും. അതേ, ദൈവം കാര്യങ്ങളെ വ്യത്യാസപ്പെടുത്തും. നിനക്കെതിരെ വരുന്നതായ നാവുകളെ ദൈവം കുറ്റം വിധിക്കും. കർത്താവ് അതിനെ സൈലൻസ് ചെയ്യും. അതുകൊണ്ട് വിമർശനങ്ങളാകട്ടെ, കുറ്റാരോപണങ്ങളാകട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ കാര്യം നോക്ക്, ദൈവം നിന്റെ കാര്യം നോക്കട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം നിന്റെ കാര്യം നോക്ക്. മൂന്നാമതായി, ആ എഴുത്തിന്റെ മറ്റൊരു പ്രത്യേകത, അതൊരു FIR ആണ്. അതൊരു സ്തോത്രം FIR ആണ്. അതൊരു കുറ്റാരോപണമാണ്. ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ FIR വരുന്നത് പോലെ റോമ ഗവൺമെന്റ് അക്കാലത്ത് ആയിരക്കണക്കിന് ജനത്തെ ക്രൂശിച്ചിരുന്നല്ലോ. അങ്ങനെ ആരെയെങ്കിലും ക്രൂശിക്കുമ്പോൾ അവൻ ചെയ്തതായ കുറ്റം എന്താണ് എന്ന് എഴുതി ആ ക്രൂശിന് സമീപമായി പ്രദർശിപ്പിക്കുക ഒരു പതിവായിരുന്നു. അവൻ ഭവനഭേദനമാണോ ചെയ്തത്, അവൻ കള്ളനാണോ, അവൻ കുലപാതകിയാണോ, അവന്റെ കുറ്റം എന്താണ് എന്ന് അന്ന് അവണ്ണമുള്ളതായ ഒരു പ്രത്യേക മേലെടുത്ത് പതിപ്പിക്കുന്നത് ഒരു പതിവായിരുന്നു. യേശു കർത്താവിനെതിരെ അങ്ങനെ ഒരു സ്തോത്രം മേലെടുത്താണ് ഇപ്പോൾ ഇതാ പതിപ്പിച്ചിരിക്കുന്നത്. എന്താണ് അവൻ ചെയ്തതായ കുറ്റം? അവൻ യഹൂദന്മാരുടെ രാജാവ്, അവൻ യഹൂദന്മാരുടെ രാജാവ്. അത് തിന്മയ്ക്കായി എഴുതിയെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ നന്മയ്ക്കായി നമുക്കൊന്ന് ആവർത്തിച്ചു പറയാമോ? യേശു യഹൂദന്മാരുടെ രാജാവ്. ധൈര്യമായി പറഞ്ഞാട്ടെ, യേശു യഹൂദന്മാരുടെ രാജാവ്. അവസാനമായി ഒരിക്കൽ കൂടെ, യേശു യഹൂദന്മാരുടെ രാജാവ്. മാത്രമല്ല അവൻ നമ്മുടെയും രാജാവ്. കാരണം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ഭൂമിയിൽ ദൈവത്തിന്റെ ജനമാകുന്ന നമ്മെ ദൈവം പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കിയിരിക്കുന്നു. ഭൂമിയിൽ ദൈവത്തിന്റെ സഭ പ്രവാചകന്മാരും രാജാക്കന്മാരും ആക്കിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ സ്തോത്രം, വി ആർ ദ കിങ്സ് ആൻഡ് ദ പ്രീസ്റ്റ്. നമ്മൾ സ്തോത്രം ആരാണ്? നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ അതേ സ്തോത്രം പുരോഹിതന്മാരാണ്, നമ്മൾ രാജാക്കന്മാരാണ്. വെളിപ്പാട് 1:6 അങ്ങനെ പറയുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോഴും നമ്മൾ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും, ദൈവത്തിന്റെ സ്വന്തം ജനവും, വി ആർ ദ പ്രീസ്റ്റ് ആൻഡ് വി ആർ ദ കിങ്. നമ്മൾ ഭൂമിയിൽ ആരുടെയോ കാലിൽ തട്ടിക്കളിക്കുന്ന പന്തല്ല, പകരം ആരാണ്? രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ദൈവം ആക്കിയിരിക്കുന്നു. റോയൽ പ്രീസ്റ്റ്ഹുഡ്. ദൈവത്തിന്റെ ജനമേ, നമ്മളെ ദൈവം ഭൂമിയിൽ സ്തോത്രം അതേ രാജാക്കന്മാരായി ദൈവം ആക്കിയിരിക്കുമ്പോൾ, രാജാക്കന്മാരായി ദൈവം ആക്കിയിരിക്കുമ്പോൾ, യേശു കർത്താവ് അവൻ രാജാധി രാജാവായിരിക്കുന്നു. 1 തീമോഥെയോസ് 6-ാം അധ്യായം 16-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യം. ആവർത്തിച്ച് തിരുവചനം പറയുന്നു, ഹി ഈസ് ദ കിങ് ഓഫ് കിങ് ആൻഡ് ഹി ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ്. യേശു കർത്താവ് അവൻ രാജാധി രാജാവ്, അവൻ കർത്താധി കർത്താവ്. പീലാത്തോസേ, സ്തോത്രം, നീ തിന്മയ്ക്കായിട്ടാണ് എഴുതിയത്, പക്ഷേ അത് വാസ്തവമാണ്. യേശു അവൻ രാജാവല്ല, അവൻ രാജാധി രാജാവാണ്. 3 ഭാഷകളിലാണ് കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നത്. 1 എബ്രായ ഭാഷയിൽ, 2 റോമ ഭാഷയിൽ, 3 യവന ഭാഷയിൽ. ഇന്ന് രാത്രി വളരെ ചുരുങ്ങിയ സമയത്തിൽ എൻ്റെ ചെറിയ ബുദ്ധിയിൽ നിന്ന് സ്തോത്രം നിങ്ങൾക്കായി ഞാനത് വ്യാഖ്യാനിപ്പാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. എന്നെക്കാളും ഈ ദൈവവചനം മലയാളക്കരയിൽ സ്തോത്രം
സ്തോത്രം അമേരിക്കൻ ഐക്യനാടിൽ, യൂറോപ്പിൽ, മിഡിൽ ഈസ്റ്റിൽ, മറ്റ് വിവിധ സ്ഥലങ്ങൾ, ഓസ്ട്രേലിയയിലൊക്കെ മലയാളികളായ 100 കണക്കിന് പാസ്റ്റേഴ്സ് എന്നെക്കാൾ ഗംഭീരമായി ഈ വചനം പറവാൻ കഴിവുള്ളവരുണ്ട് എന്ന സത്യം അതെ സ്തോത്രം അംഗീകരിച്ചുകൊണ്ട്, അതെ എൻ്റെ കഴിവുകേടിൽ മാത്രം പ്രശംസിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ 3 പദങ്ങൾ ഞാൻ സ്തോത്രം നിങ്ങൾക്കായി പറയട്ടെ. 3 ഭാഷകളിലാണ് യേശു കർത്താവ് യഹൂദന്മാരുടെ രാജാവെന്ന് അന്ന് കളിയാക്കി, ക്രിട്ടിസൈസ് ചെയ്ത് സ്തോത്രം FIR ആയി, കുറ്റാരോപണമായി എഴുതിയിരുന്നത്. കളിയാക്കി, അതെ സ്തോത്രം വിമർശിച്ച് കുറ്റാരോപണമായി എഴുതിയിരുന്നത്. കളിയാക്കി വിമർശിച്ച് കുറ്റാരോപണമായി അന്ന് എഴുതിയിരുന്നത്. ഏതൊക്കെയാണ് 3 ഭാഷകൾ? 1 എബ്രായ ഭാഷ, 2 റോമ ഭാഷ, 3 യവന ഭാഷ. 1 ദൈവഭാഷയായ സ്വർഗീയ ഭാഷയായ എബ്രായ ഭാഷ. സ്വർഗം എപ്പോൾ തുറന്ന് ദൈവം സംസാരിച്ചു? ദൈവം സംസാരിച്ചത് മലയാളത്തിലല്ല, തമിഴിലല്ല. ദൈവം സംസാരിച്ചത് എബ്രായ ഭാഷയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ദൈവഭാഷ, അത് സ്വർഗഭാഷ. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാർ ഭൂമിയുടെ അറ്റം വരെയും ചിതറപ്പെട്ട് അവിടെ ഭാഷകൾ എന്നേ നശിച്ചു പോകാമായിരുന്നു. സ്തോത്രം. കാരണം എന്ത്? മനുഷ്യൻ ചിതറിപ്പോയാൽ അവന്റെ ഭാഷ നിലനിൽക്കത്തില്ല. എന്തിനേറെ പറയുന്നു, 1990-കളിൽ അമേരിക്കയിലേക്ക് ചേക്കേറിയതായ ഒരു സഹോദരൻ കേരളത്തിൽ ഒരു സഹോദരി വിവാഹം ചെയ്തു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നേരെ ചിരിച്ച് 1990-കളിൽ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ അതേ ചേക്കേറിയതായ ഒരു സഹോദരി, അവൾ സ്റ്റാഫ് നേഴ്സ് ആയിരിക്കാം, ഫാർമസിസ്റ്റ് ആയിരിക്കാം, IT പ്രൊഫഷണൽ ആയിരിക്കാം, ആരായിരിക്കാം. അവൾ കേരളത്തിൽ ഒരു സഹോദരനെ വിവാഹം ചെയ്തു. 2 പേരും മലയാളികളാണ്. പക്ഷെ അടുത്ത തലമുറ അതേ ജനിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് പലപ്പോഴും മലയാളം അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് 100 കണക്കിനല്ല 1000 കുട്ടികൾ അമേരിക്കൻ ഐക്യനാടിൽ ജനിച്ച് വളർത്തപ്പെട്ട നല്ല ആപ്പിൾ പോലെ, ഓറഞ്ച് പോലെയുള്ള സുന്ദരക്കുട്ടന്മാർ, സുന്ദരക്കുട്ടികൾ. ദൈവവരെ അനുഗ്രഹിക്കട്ടെ, ദൈവവരെ മാനിക്കട്ടെ. പൂർവ്വ പിതാക്കന്മാരുടെ വലിയ ദൈവകൃപയിൽ ദൈവമായ കർത്താവ് അവരെ സഹായിക്കട്ടെ. പക്ഷേ സ്തോത്രവർക്ക് മലയാളം അറിയത്തില്ല. കാരണം ഈ മിക്കവാറും വീട്ടിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്, സ്കൂളിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്, സഭയിലും അവർക്ക് സെപ്പറേറ്റ് ഇംഗ്ലീഷ് ആരാധനകളുണ്ട്. അതുകൊണ്ട് അവർക്ക് മലയാളം അറിയത്തില്ല. അതുകൊണ്ട് രാവിലെ കുഞ്ഞ് എഴുന്നേറ്റ് വന്ന് ചോദിക്കും, മാമി വാട്ട് യു ഹാവ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്? ഓ മമ്മി, എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനാണുള്ളത്? ഉടനെ അമ്മ പറയും പാലപ്പം ആൻഡ് മുട്ടക്കറി. ഉടനെ കുട്ടി തിരിച്ചു ചോദിക്കും, വാട്ട് യു മീൻ ബൈ പാലപ്പം? വാട്ട് ഈസ് പാലപ്പം? പാലപ്പം കുട്ടിക്ക് അറിയത്തില്ല. അടുത്ത തലമുറ വരുമ്പോൾ തന്നെ മലയാളം അതേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അന്യം നിൽക്കുകയാണ്. 40 വർഷം അല്ലെങ്കിൽ 30 വർഷം 20 വർഷമാകുമ്പോൾ മലയാളം നിലനിൽക്കുന്നില്ല, മലയാളം ചാണ്ടയാടുകയാണ്. അത് ചിലപ്പോൾ ന്യൂയോർക്ക് ആക്സെന്റിലോ ഡയലക്സ് ആക്സെന്റിലോ ആണ് അടുത്ത തലമുറ പറയുന്നത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് AD 70-ൽ യഹൂദൻ ഭൂമിയുടെ അറ്റം വരെയും സ്തോത്രം ചിതറപ്പെട്ടിട്ടും എബ്രായ ഭാഷ തകർക്കപ്പെട്ടില്ല. എബ്രായ ഭാഷ ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. കാരണം എബ്രായ ഭാഷയുടെ ഉടമസ്ഥൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എബ്രായ ഭാഷ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് യഹൂദന്മാർ എബ്രായ ഭാഷ സംസാരിക്കുന്നു. അതുകൊണ്ട് എബ്രായ ഭാഷയിൽ അത് എഴുതിയിരുന്നു എന്ന് പറയുന്നതിന് മുൻപ് രണ്ടാമത്തെ ഭാഷയായ റോമാ ഭാഷയെക്കുറിച്ചും മൂന്നാമതായി എഴുതിയിരിക്കുന്ന യവന ഭാഷയെക്കുറിച്ചും മൂന്നാമതായി ആദ്യം എഴുതി കാണുന്ന എബ്രായ ഭാഷയെക്കുറിച്ചും യേശു രാജാവ് എന്ന് ഇന്ന് രാത്രി അല്പം ദൈവകൃപയിൽ ആശ്രയിച്ച് തെളിയിച്ച് സ്തോത്രം നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാനാണ് കർത്താവിന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നതായ നിയോഗം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, തിരുവചനം പറയുന്നു സ്തോത്രം അതേ റോമാ ഭാഷയിൽ എഴുതിയിരുന്നു, അഥവാ ലാറ്റിൻ ഭാഷയിൽ എഴുതിയിരുന്നു യേശു യഹൂദന്മാരുടെ രാജാവ്. റോമ ഭാഷയിൽ എഴുതിയിരുന്നു യേശു യഹൂദന്മാരുടെ രാജാവ്. ഇംഗ്ലീഷിൽ പറയുകയാണ് അത് ലാറ്റിൻ ഭാഷയിൽ എഴുതിയിരുന്നു. എന്തുകൊണ്ടാണ് ലാറ്റിൻ ഭാഷയിൽ INRI എന്ന ചുരുക്കെഴുത്തിൽ അത് എഴുതിയിരുന്നത്? INRI എന്ന ചുരുക്കെഴുത്തിൽ എന്തുകൊണ്ടാണ് ലാറ്റിൻ ഭാഷയിൽ അഥവാ റോമ ഭാഷയിൽ എഴുതിയിരുന്നത്? കാരണം അത് ഔദ്യോഗിക ഭാഷയാണ്, അത് ഔദ്യോഗിക ഭാഷയാണ്. മനസ്സിലാക്കണമേ, കുവൈറ്റിൽ സദാം ഹുസൈൻ വന്നു കയറിയതുപോലെ അന്ന് റോമാക്കാർ യഹൂദ നാട് മുഴുവൻ ഭരിക്കുന്നതായ ദിവസങ്ങളാണ്. അന്നത്തെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് റോമക്കാരുടെ
ഭാഷയാകുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഷയാകുന്ന സ്തോത്രം ലാറ്റിൻ ഭാഷയാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഷയാകുന്ന ലാറ്റിൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നു, യേശു ഞങ്ങളുടെ രാജാവല്ല, യേശു യഹൂദന്മാരുടെ രാജാവ്. റോമക്കാർ യേശുവിനെ തിരസ്കരിച്ചു പറയുന്നു, യേശു ഞങ്ങളുടെ രാജാവല്ല, യേശു യഹൂദന്മാരുടെ രാജാവ്. എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന് പറവാൻ തക്കോണം കഴിയും, യേശു വല്ലവരുടെയും രാജാവല്ല, യേശു ഞങ്ങളുടെ രാജാവാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ഒരിക്കൽ കൂടെ യേശു എന്റെ രാജാവ് എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തി നല്ല ഒരു മലയാളം ഹല്ലേലൂയ പറഞ്ഞാട്. വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് നിങ്ങളുടെ രാജാവ്, യേശു നിങ്ങളുടെ സമാധാനത്തിന്റെ രാജാവ്, യേശു നിങ്ങളുടെ നീതിയുടെ രാജാവ്, യേശു കർത്താവ് നിങ്ങളുടെ മഹത്വത്തിന്റെ രാജാവ്. യേശു ഞങ്ങളുടെ രാജാവ് അല്ല എന്ന് പറഞ്ഞ് അവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ ആ റോമൻ സാമ്രാജ്യം എന്തിയേ? ആ റോമൻ സാമ്രാജ്യം യേശു ഞങ്ങളുടെ രാജാവ് അല്ല എന്ന് പറഞ്ഞ് കർത്താവ് യേശുവിനെ മാറ്റി നിർത്തിയ ആ റോമൻ സാമ്രാജ്യം തകർക്കപ്പെട്ടു. ഇന്ന് രാത്രി ഈ ദൂതിന്റെ സാരാംശം ഞാൻ പറയട്ടെ. യേശു നിങ്ങളുടെ രാജാവായി തീരുമ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നു, നിങ്ങൾ പണിയപ്പെടുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, നിങ്ങൾ ഉയർത്തപ്പെടുന്നു, നിങ്ങൾ മാനിക്കപ്പെടുന്നു. ആ പദങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യേശു നിങ്ങളെ രാജാവാകുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, നിങ്ങൾ പണിയപ്പെടുന്നു, നിങ്ങൾ ഉയർത്തപ്പെടുന്നു, നിങ്ങൾ മാനിക്കപ്പെടുന്നു. എന്നാൽ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും ആരൊക്കെയുണ്ടെങ്കിലും നിങ്ങൾ എത്ര ഉന്നതരെങ്കിലും അയ്യോ നിങ്ങൾ പരാജയപ്പെടുവാനുള്ള സാധ്യത വലുതാണ്. കാരണം മാനവ ചരിത്രത്തിലെ ഏറ്റവും വിശാലമായ സാമ്രാജ്യം റോമൻ സാമ്രാജ്യം ആയിരുന്നു എങ്കിൽ മാനവ ചരിത്രത്തിലെ സ്തോത്രം ഏറ്റവും ബലമുള്ളതായ ഏറ്റവും ശക്തിയേറിയ സാമ്രാജ്യം റോമൻ സാമ്രാജ്യമായിരുന്നു. അതുകൊണ്ടാണ് സ്തോത്രം സകല റോഡുകളും റോമിലേക്ക്, എല്ലാ റോഡുകളും റോമിലേക്ക് എന്ന പഴഞ്ചൊല്ല് ഉണ്ടായത്. എല്ലാ റോഡുകളും റോമിലേക്ക്. കാരണം ലോകത്തിൽ മുഴുവൻ ആധിപത്യവും സ്ഥാപിച്ചിരുന്ന ഏറ്റവും ശക്തിയേറിയ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യം തകർക്കപ്പെട്ടു. വായ് എന്തുകൊണ്ടാണ് റോമൻ സാമ്രാജ്യം തകർക്കപ്പെട്ടത്? ഇന്ന് രാത്രി രാജാവിന്റെ രാജ്യത്തിലിരിക്കുന്ന ദൈവജനം ശ്രദ്ധിച്ചു കേട്ടാട്. യേശു കർത്താവിന്റെ സ്തോത്രം രാജ്യത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സഭ ശ്രദ്ധിച്ചു കേട്ടാട്ടെ. റോമൻ സാമ്രാജ്യം തകർക്കപ്പെട്ടത് പുറത്തെ പ്രശ്നം കൊണ്ടല്ല, അകത്തെ പ്രശ്നം കൊണ്ടാണ്. ഒരിക്കൽ കൂടെ, റോമൻ സാമ്രാജ്യം തകർക്കപ്പെട്ടത് പുറത്തെ പ്രശ്നം കൊണ്ടല്ല, അകത്തെ പ്രശ്നം കൊണ്ട്. പല ദൈവത്തിന്റെ മക്കൾ പിന്മാറിപ്പോയത് പുറത്തെ പ്രശ്നം കൊണ്ടല്ല, അകത്തെ പ്രശ്നം കൊണ്ടാണ്. പല ദൈവത്തിന്റെ വിശ്വാസികൾ, പല സോക്കോൾഡ് വിശ്വാസികൾ തകർക്കപ്പെട്ടത് സഭയുടെ പ്രശ്നമോ പാസ്റ്റർ പ്രശ്നവും കൊണ്ടല്ല, സ്വന്തം പ്രശ്നം കൊണ്ട്. പല ശുശ്രൂഷകൾ ഉടയപ്പെട്ടത് അകത്തെ പ്രശ്നം കൊണ്ട്. പല സഭകൾ തകർക്കപ്പെട്ടത് അകത്തെ പ്രശ്നം കൊണ്ട്. ഒരു കപ്പലും കടലിലെ വെള്ളം കൊണ്ട് സ്തോത്രം മുങ്ങിയില്ല. കപ്പലിലെ വെള്ളം കൊണ്ടാണ് കപ്പലുകൾ മുങ്ങുന്നത്. കടലിലെ വെള്ളം കൊണ്ട് കപ്പലുകൾ മുങ്ങുന്നില്ല. കപ്പലിലെ വെള്ളം, കപ്പലിനകത്തുള്ളതായ വെള്ളം കൊണ്ടാണ് കപ്പൽ മുങ്ങുന്നത്. നിന്റെ അകത്ത് പ്രശ്നം വരാതെ സൂക്ഷിക്ക്. നിന്റെ അകത്ത് ലോകം കയറാതെ സൂക്ഷിക്ക്. നിന്റെ അകത്ത് പാപവും സാത്താനിയ തന്ത്രങ്ങളും കയറാതെ സൂക്ഷിച്ചാട്ടെ. റോമാ സാമ്രാജ്യം തകർക്കപ്പെട്ടു. കാരണം അകത്ത് അവർക്ക് ഐക്യത കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ബാർബേറിയൻ അന്യജാതിക്കാരുടെ ആക്രമണത്തിന് മുൻപിൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. നമ്പർ 1, അവർക്ക് ഐക്യത കുറവുണ്ടായിരുന്നത് കൊണ്ട് ബാർബേറിയൻ ആക്രമണത്തിന് എതിരെ നിൽപ്പാൻ, അന്യജാതിക്കാരുടെ ആക്രമണത്തിന് എതിരെ നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് ഐക്യതയില്ലായിരുന്നു. എന്നാൽ മറുവശത്ത് സഭ പറയട്ടെ, യേശു കർത്താവ് ഞങ്ങൾക്ക് പല തലയുള്ള ദൈവമല്ല, ദൈവം ഒരുവനാണ്, ഞങ്ങളുടെ കർത്താവ് ഒരുവനാണ്, വിശ്വാസം ഒന്നാണ്, ഒരു ആത്മാവാണ്, ഞങ്ങൾ ഒരു ശരീരമാണ്, കാരണം ഞങ്ങളുടെ തല ഒന്നാണ്. അതുകൊണ്ട് സഭ ഭിന്നതയുടെ ജനമല്ല, ദൈവത്തിന്റെ സഭ ഐക്യതയുടെ ജനമന്ത്രേ. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം ആവർത്തിച്ച മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചു, ഫാദർ മേക്ക് ദം വൺ ആസ് വി ആർ വൺ. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരെയും ഒന്നാക്കണമേ. സഭയുടെ ജയമെന്ന് പറയുന്നത് ഐക്യതയാണ്. 2, സ്തോത്രം, റോമാ സാമ്രാജ്യം തകർക്കപ്പെട്ടത് അവിടെ അഴിമതിയായിരുന്നു. സഭ കേൾക്കണം, സഭയ്ക്കകത്ത് അഴിമതി പാടില്ല. മന്ത്രിസഭയിൽ അഴിമതി ഉണ്ടായിരിക്കും, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അഴിമതി ഉണ്ടായിരിക്കും, ഓഫീസുകളിൽ അഴിമതി ഉണ്ടായിരിക്കും. അത് അവിടെ നിൽക്കട്ടെ. പകരം സ്തോത്രം, കുറ്റം ഇല്ലായ്മയിൽ നമ്മുടെ കൈ കഴുകുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ.
കുറ്റത്തിലല്ല, പകരം കുറ്റം ഇല്ലാത്ത കൈയും കുറ്റമില്ലാത്ത നാവും കുറ്റമില്ലാത്ത ഹൃദയവുമായിരുപ്പാൻ സ്തോത്രം ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. എന്നാൽ മാത്രമേ അഴിമതിക്കെതിരെ പ്രാർത്ഥിപ്പാൻ നിനക്ക് കഴിയത്തുള്ളൂ. എന്നാൽ റോമ സാമ്രാജ്യം തകർക്കപ്പെട്ടത് അവരുടെ ഇന്റേണൽ കറപ്ഷൻ കൊണ്ടാണ്, അവിടെ അകത്തുണ്ടായിരുന്ന അഴിമതി. മൂന്നാമത് റോമ സാമ്രാജ്യം തകർക്കപ്പെട്ടത് സ്ലേവറി, സ്തോത്രം മറ്റുള്ളവരെ അടിമയാക്കി, മറ്റുള്ള മനുഷ്യരെ അടിമയാക്കിയത് അവിടെ സ്തോത്രം ഭ്രംശത്തിന്, നാശത്തിന് കാരണമായി. ഞാൻ പറയുന്നത് നീ കേൾക്കണം, ഞാൻ പറയുന്നത് നീ അനുസരിച്ചോളണം. നീ അവിടെ ഇരിക്ക, ഞാൻ നിന്നെ വാഴട്ടെ, നീ അവിടെ ഇരിക്ക, ഞാൻ നിന്നെ ഭരിക്കട്ടെ. ഈ വിശുദ്ധ പുസ്തകത്തിൽ ഇല്ലാത്ത ശബ്ദമാണ് അത്. ഈ പുസ്തകം പറയുന്ന ഒരു അധികാരമുണ്ട്. That's not power over the people, not power with the people. വളരെ ശ്രദ്ധിക്കുക, അത് ജനത്തെ സ്തോത്രം അത് ഭരിക്കുന്ന അധികാരം അല്ല, ജനത്തെ ഭരിക്കുന്ന അധികാരം അല്ല. ജനത്തെ ഭരിക്കുന്ന അധികാരമാണെങ്കിൽ അത് പരാജയമായിരിക്കും. പകരം സ്തോത്രം അവർ പറയും, വാ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം, വാ നമുക്ക് ഒരുമിച്ച് സാക്ഷികളാകാം, വാ നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ വളരാം. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ പറഞ്ഞാട്ടെ. എന്നാൽ സ്ലേവറി ആരോ എവിടെയൊക്കെ ആരെയൊക്കെയോ ഭരിക്കുന്നു. ഏതോ സ്തോത്രം പാസ്റ്റർമാർ വിശ്വാസികളെ ഭരിക്കുന്നു, ഏതോ വിശ്വാസികൾ പാസ്റ്റർമാരെ നിയന്ത്രിപ്പാനും ഭരിപ്പാനും ശ്രമിക്കുന്നു. അത് ഒരിക്കലും മാനുഷികമല്ല, പൈശാചികമത്രേ. ആ നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ. ഈ സ്തോത്രം റോമ സാമ്രാജ്യം തകർക്കപ്പെട്ടത് സ്ലേവറി സ്തോത്രം അതേ മനുഷ്യന്റെ മേൽ ഭരിച്ചതായ ഭരണം നിമിത്തം, അടിമത്തം നിമിത്തം. നമ്പർ 4, നാലാമത് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ, കാര്യക്ഷമതയില്ല. റോമൻ സാമ്രാജ്യം വളരെ വിശാലമായി കിടക്കുകയാണ്. ഇന്നത്തെ ഏഷ്യയും യൂറോപ്പും തമ്മിൽ ഒരുമിച്ച് വ്യാപിച്ചു കിടക്കുമ്പോൾ അതിന്റെ സ്തോത്രം അഡ്മിനിസ്ട്രേഷനിൽ വന്ന ഫോൾട്ട്, കാര്യക്ഷമതയില്ല. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഏത് പാർലമെന്റിൽ കാര്യക്ഷമതയില്ലെങ്കിലും, ഏത് വൈറ്റ് ഹൗസിൽ കാര്യക്ഷമതയില്ലെങ്കിലും, ഏത് ബക്കിംഗ്ഹാം പാലസിൽ കാര്യക്ഷമതയില്ലെങ്കിലും, ലോകത്തിൽ കാര്യക്ഷമതയുള്ളതായ ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ രാജ്യ, ദൈവത്തിന്റെ സഭ. കാരണം ഇവിടെ ഭരിക്കുന്നത് MBA പാസ്റ്റർ അല്ല, അവിടെ ഭരിക്കുന്നത് PhD അമ്മാമാരല്ല, പകരം അവിടെ ഭരിക്കുന്നത് സർവജ്ഞാനിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും പരിപാലിച്ചവനുമായ ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ, ദൈവത്തിന്റെ കാര്യക്ഷമത, ദൈവത്തിന്റെ സഭയിൽ വെളിപ്പെടുമ്പോൾ അതിന്റെ പേരാണ് ദൈവത്തിന്റെ ജ്ഞാനം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ചാട്ടെ. ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, ദൈവത്തിന്റെ ജനത്തെ ഭരിപ്പാൻ, ദൈവത്തിന്റെ ജനത്തെ ഭരിപ്പാനല്ല നയിപ്പാൻ, ദൈവത്തിന്റെ ജനത്തെ നയിപ്പാൻ അങ്ങയുടെ ജ്ഞാനത്തെ അവിടുന്ന് എനിക്ക് നൽകിയാട്ടെ. ഏതെങ്കിലും പാസ്റ്റർമാർ സ്തോത്രം അതെ എന്നെ കേൾക്കുന്നുവെങ്കിൽ, കോവിഡ് കടന്നു വന്നു പെരുവഴിയിൽ വിട്ടുകളഞ്ഞതുപോലെ ഈ ആട്ടിൻകൂട്ടത്തെ വിട്ടുകളയാതെ എത്തിക്കേണ്ട സ്ഥലത്തിൽ ഈ ദൈവത്തിന്റെ ജനത്തെ എത്തിപ്പാൻ, ഈ മഹാമാരി നേരത്തും അവരെ നയിക്കേണ്ട ക്രമത്തിൽ നയിപ്പാൻ നിങ്ങൾക്ക് ആവശ്യം ഡോളറല്ല, ദിനാറല്ല, രൂപയല്ല, പകരം നിങ്ങൾക്ക് ആവശ്യം ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ, ദൈവത്തിന്റെ ജ്ഞാനം. അതുകൊണ്ടാണ് സദൃശവാക്യം 14:1 പറയുന്നത്, ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു. ആരാണ് ഈ ജ്ഞാനമുള്ളവൾ? ദൈവത്തിന്റെ സഭ. ആ സ്ത്രീലിംഗ രൂപത്തിൽ എഴുതിയിരിക്കുന്നു, മണവാട്ടിയാക്കുന്ന സഭ. ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു. അതെ, റോമ സാമ്രാജ്യത്തിന് ദൈവിക ജ്ഞാനമില്ലാത്തത് കൊണ്ട്, അടിമത്വ സ്വഭാവം ഉണ്ടായിരുന്നത് കൊണ്ട്, അഴിമതി ഉണ്ടായിരുന്നത് കൊണ്ട്, അവരുടെ സ്തോത്രം ഐക്യതയില്ലാത്തത് കൊണ്ട് റോമ സാമ്രാജ്യം തകർക്കപ്പെട്ടു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് രാഷ്ട്രീയമല്ല, എനിക്ക് പറയാനുള്ളത് തേജസ്സിന്റെ സുവിശേഷം അത്രേ. തേജസ്സിന്റെ സുവിശേഷം പറയുന്നു, സ്തോത്രം അതെ, കർത്താവിന്റെ രാജ്യം തകർക്കപ്പെട്ടിട്ടില്ല. റോമ സാമ്രാജ്യം ചെറിയൊരു കാലയളവേ ഉണ്ടായുള്ളൂ. പക്ഷേ 2000 വർഷമായി ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും മേലോട്ടും താഴോട്ടും ഈ രാത്രിയിലും ദൈവത്തിന്റെ രാജ്യമാകുന്ന ദൈവസഭ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ദൈവരാജ്യത്തെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം രാജാതി രാജാവ്, കർത്താതി കർത്താവ് നമുക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. 2 കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ചാടെ. നമ്പർ 1, ക്രൂശിലെ എഴുതപ്പെട്ടതായ ഒന്നാമത്തെ മേലെഴുത്തെന്ന് പറയുന്നത് റോമ സ്തോത്രം സാമ്രാജ്യത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആകുന്ന ലാറ്റിൻ ഭാഷയിൽ എഴുതിയുണ്ടായി. നമ്പർ 2, രണ്ടാമത് എഴുതപ്പെട്ടത്, അതായത് സ്തോത്രം യോഹന്നാൻ 19:20 മൂന്നാമത് എഴുതപ്പെട്ടത് യവന ഭാഷയിൽ അഥവാ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. എന്താണ് ഗ്രീക്ക് ഭാഷയുടെ പ്രത്യേകത? വേദപുസ്തകം പറയുന്നു, സ്തോത്രം 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം
വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ തിരുവചനം പറയുകയാണ്, ഐ തിങ്ക് അതിന്റെ 8-18 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. സ്തോത്രം. അതെ, യഹൂദന്മാർ അടയാളം തിരികുന്നു, യവനന്മാർ അതായത് ഗ്രീക്ക് അവർ സ്തോത്രം ജ്ഞാനം അന്വേഷിക്കുന്നു. സ്തോത്രം. രണ്ടാം അധ്യായം നോക്കി. അതെ, യഹൂദന്മാർ സ്തോത്രം അടയാളം തിരികുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. യഹൂദന്മാർ അടയാളം തിരികുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഗ്രീക്ക് മിത്തോളജി തന്നെ നോക്കിയാട്ടെ, അവർ ജ്ഞാനത്തിന്റെ ജനമാണ്. ഗ്രീക്ക് മെത്തോളജി തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. സ്തോത്രം. അതെ, ഹല്ലേലൂയ, അവർ ജ്ഞാനത്തിന്റെ ജനമാണ്. ഗ്രീക്ക് ഫിലോസഫി നോക്കുമ്പോൾ നമുക്കറിയാം. സ്തോത്രം. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ. അതെ, ഗ്രീക്ക് അവര് സ്തോത്രം ജ്ഞാനത്തിന്റെ ജനമാണ്. സ്തോത്രം. അവർ ജ്ഞാനത്തിന്റെ ജനമാണ്. ഞാൻ പറഞ്ഞത് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. 1 കൊരിന്ത്യർ 1:22. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ എന്ത് ചെയ്യുന്നു? യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, യവനന്മാരുടെ ജ്ഞാനം എന്ന തിരുവചനം പറയുന്നത് എന്തുകൊണ്ട്? ദൈവത്തിന്റെ വചനത്തിന് സ്തോത്രം ഒരിക്കലും തെറ്റുപറ്റുകയില്ല. വളരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. അതെ, യവനന്മാരുടെ ജ്ഞാനം എന്ന് പരിശുദ്ധാത്മാവ് എഴുതിയെങ്കിൽ, സ്തോത്രം, യവനന്മാരുടെ ജ്ഞാനമെന്ന് പരിശുദ്ധാത്മാവ് എഴുതിയെങ്കിൽ യവനന്മാർ ലിറ്ററലി മാനുഷികമായ ജ്ഞാനത്തിന്റെ അഗ്രഗണ്യന്മാർ തന്നെ ആയിരുന്നു. സ്തോത്രം. യവനന്മാർ മാനുഷിക ജ്ഞാനത്തിന്റെ അഗ്രഗണ്യന്മാർ തന്നെ ആയിരുന്നു. എന്നാൽ അതേ സമയത്ത് ഈ യവനന്മാരുടെ ജ്ഞാനം പറയുന്നതിന് മുൻപ് ഒരു സെന്റൻസ് അപ്പർ ഹാൻഡായി മേലെ ഞാൻ പറയട്ടെ. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ 7 അയലത്ത് ഒരു യവനന്റെ ജ്ഞാനവും എത്തുകയില്ല. അതുകൊണ്ടാണ് ഗ്രീക്ക് മിത്തോളജിയും ഗ്രീക്ക് സ്തോത്രം സാമ്രാജ്യവും അതും പരാജയപ്പെട്ടത്. സ്തോത്രം. യവനന്മാർ അവർ ജ്ഞാനത്തിന്റെ ഔന്നിത്യം തേടിയവർ തന്നെയാണ്. കാര്യമെന്ത്? ആദ്യത്തെ ഡെമോക്രസി, ആദ്യത്തെ ജനാധിപത്യം സ്തോത്രം ഗ്രീക്കിലാണ് ഉണ്ടായത്. ഗ്രീക്കിന്റെ സംഭാവനകൾ നിങ്ങൾ നോക്കുമ്പോൾ വലിയൊരു കൂട്ടം നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. അതിലൊന്നാണ് ഡെമോക്രസി, അതിലൊന്നാണ് അതേ ജനാധിപത്യം. സ്തോത്രം. നാളെ നമ്മുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി വീണ്ടും ചാർജ് എടുക്കുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ അതെ കാത്തിരിക്കുകയാണ്. സ്തോത്രം. ശൈലജ ടീച്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് കാണുവാൻ. സ്തോത്രം. നമുക്കറിയത്തില്ല ആരൊക്കെയാണ് പുതിയ മന്ത്രികൾ. ആരാണെങ്കിലും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ജനാധിപത്യം രാജ്യത്തിലുണ്ട്, ജനാധിപത്യം രാജ്യങ്ങളിലുണ്ട്. നല്ല കാര്യം. എന്നാൽ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അതെ, നിങ്ങൾ എന്നെ വോട്ടിട്ടല്ല ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ വോട്ടിട്ട് പുറത്താക്കുവാൻ കഴിയത്തില്ല. ശ്രദ്ധിക്ക്. ഉറങ്ങി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഉണർത്താൻ ഞാൻ പറയട്ടെ. ആരോ വോട്ടിട്ടല്ല എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വോട്ടിട്ട് പുറത്താക്കാൻ കഴിയത്തില്ല. നിങ്ങളെയും ഞാൻ വോട്ടിട്ടല്ല നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളെയും വോട്ടിട്ട് ആർക്കും പുറത്താക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് സഭയിൽ വെളിപ്പെടേണ്ടത് ഡെമോക്രസി അല്ല, പകരം തിയോക്രസിയാണ്. ദൈവത്തിന്റെ സഭയിൽ വെളിപ്പെടേണ്ടത് ഒരിക്കലും ജനാധിപത്യമല്ല, പകരം ദൈവാധിപത്യം. മനുഷ്യനല്ല. സ്തോത്രം. സഭയിൽ എന്തെങ്കിലും തിരഞ്ഞെടുക്കുന്നത് സർവശക്തനായ ദൈവമാണ് തിരഞ്ഞെടുക്കേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. ബലഹീനമായതിനെ അതെ ലജ്ജിപ്പിപ്പാൻ, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഭോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുത്തു, നീചമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. തിരുവചനം പറയുന്നു 1 കൊരിന്ത്യർ 1:27 വായിക്കുമ്പോൾ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതിനെയും തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ഞങ്ങൾ വലിയ കുടുംബക്കാർ, ഞങ്ങൾ വലിയ ഉന്നതന്മാർ, ഞങ്ങൾ ഏതാണ്ട് മഹാസംഭവമെന്ന് ഒരുത്തനും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിപ്പാൻ ബലഹീനമായതിനെ, നികൃഷ്ടമായതിനെ, കുലഹീനമായതിനെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുകയുണ്ടായി. അതുകൊണ്ട് ദൈവസഭയിൽ നടക്കേണ്ടത് ഏതോ സ്തോത്രം ജനാധിപത്യമല്ല, എലക്ഷൻ അല്ല. ദൈവത്തിന്റെ സഭയിൽ നിന്ന് എലക്ഷൻ എന്നേക്കുമായി ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ദൈവസഭയിൽ വെളിപ്പെടേണ്ടത് ദൈവാധിപത്യം. സ്തോത്രം. ഗ്രീക്ക് അതേ സാമ്രാജ്യത്തിന്റെ, ഗ്രീസിന്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതായ അതേ സംഭാവനയാണ് ജനാധിപത്യം. 2 ഒളിമ്പിക്സ്
ഒളിമ്പിക്സ് സ്തോത്രം ഗ്രീസിലാണ് ആരംഭിച്ചത്. ഗ്രീസിന്റെ സംഭാവനയാണ് ഒളിമ്പിക്സ്. എന്താ ഒളിമ്പിക്സിന്റെ പ്രത്യേകത? കമ്പാരിസൺ ആൻഡ് കോമ്പറ്റീഷൻ. കമ്പാരിസൺ, താരതമ്യം, മത്സരം. താരതമ്യം, മത്സരം. അത് ലോകത്തിന് തന്നെ നിൽക്കട്ടെ. ഒരിക്കലും സഭയിൽ കയറാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് കമ്പാരിസൺ. അവന്റെ വെബ് സ്ട്രീം എങ്ങനെയുണ്ട്, എന്റെ വെബ് സ്ട്രീം എങ്ങനെയുണ്ട്. അവന്റെ പ്രസംഗം എങ്ങനെയുണ്ട്, എന്റെ പ്രസംഗം എങ്ങനെയുണ്ട്. അവന്റെ ശുശ്രൂഷ എങ്ങനെയുണ്ട്, എന്റെ ശുശ്രൂഷ എങ്ങനെയുണ്ട്. അവന്റെ പുസ്തകം എങ്ങനെയുണ്ട്, എന്റെ പ്രസംഗം എങ്ങനെയുണ്ട്. അവന്റെ ദൂത് എങ്ങനെയുണ്ട്, എന്റെ ദൂത് എങ്ങനെയുണ്ട്. കമോൺ, ദൈവം നിങ്ങളെ മത്സരിപ്പാൻ വിളിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ മത്സരിപ്പാൻ വിളിച്ചിട്ടേ ഇല്ല. മത്സരം അത് ആഭിചാരം പോലെയാണ്. ക്ഷുദ്രം ചെയ്യുന്നതായ വിഗ്രഹാരാധിക തത്തുല്യമായി, അല്ലെങ്കിൽ ക്ഷുദ്രം ചെയ്യുന്നതായ ജാതിക്ക് തത്തുല്യമാണ്. മത്സരിക്കുന്ന ഒരു വിശ്വാസി, മത്സരിക്കുന്ന ഒരു ശുശ്രൂഷക, മത്സരിക്കുന്ന ഒരു ശുശ്രൂഷകൻ, മത്സരിക്കുന്ന ഒരു പാസ്റ്റർ, മത്സരിക്കുന്നതായ ദൈവത്തിന്റെ സഭ. സ്തോത്രം. അതേ മത്സരികൾ ഇതാ അടഞ്ഞു കിടക്കുന്നു. പകരം നനഞ്ഞ തോട്ടം പോലെ ദൈവത്തിന്റെ കൃപകൾ തഴയ്ക്കുവാൻ ദൈവത്തിന്റെ കൃപകൾ താഴ്മയോടെ ഏൽപ്പിച്ചാട്ടെ. സൈഡിൽ നിൽക്കുന്നവരെ നോക്കുവാൻ നമുക്ക് നിർവാഹമില്ല. അവൻ എങ്ങനെയുണ്ട്, മറ്റേ സഭ എങ്ങനെയുണ്ട്, ആ ശുശ്രൂഷ എങ്ങനെയുണ്ട്. നോ വേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിയാട്ടെ. എബ്രായർ 3:1, എബ്രായർ 12:2 തിരുവചനം പറയുന്നു, യേശുവിനെ നോക്ക്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, യേശുവിനെ നോക്കിയാട്ടെ. കർത്താവായ യേശുവിനെ നോക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് മത്സരം ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ തന്നെ നിൽക്കട്ടെ. എന്നാൽ ദൈവത്തിന്റെ സഭയിൽ നമുക്ക് മത്സരം ഇല്ല. സ്തോത്രമാതെ മത്സരിക്കുന്നത് ഒഴിഞ്ഞു മാറ്. ദൈവത്തിന്റെ കൃപയിലാൽ ആശ്രയിച്ച് ശുശ്രൂഷിക്ക്. ആര് ഹോസന്ന പറഞ്ഞാലും ക്രൂശിക്കാ പറഞ്ഞാലും ഡോണ്ട് കെയർ. ഓരോ ശുശ്രൂഷ കഴിയുമ്പോൾ ദൈവത്തോട് ചോദിക്കാം, പക്ഷെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ? ദൈവം എൻ്റെ സാക്ഷി. ഇന്ന് വെളുപ്പംകാലത്ത് 3:15 മണിയായപ്പോൾ എൻ്റെ ബെഡിലിരുന്ന് ഞാൻ വിതുമ്പി കരയുകയാണ്. ഇന്നെന്താണ് നിന്റെ ജനത്തോട് പറയേണ്ടത്? ലിറ്ററലി വിതുമ്പി കരയുകയാണ്. കർത്താവെ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ? കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു അവൻ്റെ വേല ചെയ്യുവാൻ. സ്തോത്രം. അതുകൊണ്ട് കമ്പാരിസൺ നമുക്കില്ല, കോമ്പറ്റീഷൻ നമുക്കില്ല. ജനാധിപത്യം സഭയ്ക്ക് പുറത്ത്. സ്തോത്രം. അതേ മത്സരം സഭയ്ക്ക് പുറത്ത്. നമ്പർ 3, സ്തോത്രം. അതേ ഗ്രീക്കിന്റെ മറ്റൊരു സംഭാവനയാണ് തിയേറ്റർ ആർട്സ്. തിയേറ്റർ ആർട്സ് അത് സിനിമയാകട്ടെ, അത് പ്രദർശനങ്ങളാകട്ടെ, അത് സിനിമയാകട്ടെ, നാടകങ്ങളാകട്ടെ, ഓപ്പറയാകട്ടെ, പ്രദർശനങ്ങളാകട്ടെ. സിനിമയാണോ, നാടകങ്ങളാണോ, ഓപ്പറയാണോ, പ്രദർശനങ്ങളാണോ? തിയേറ്റർ ആർട്സ്. ഹോ, എന്തൊരു ഭംഗി, എന്തൊരു ജേല്, എന്തൊരു ലൈറ്റ്, എന്തൊരു ബഹളം. പല സഭകളിൽ പോകുമ്പോൾ പലരും പ്രദർശനമാണ്. സ്തോത്രം. എന്നാൽ മന്ദബുദ്ധി അത് നിർത്തിവെക്ക്. നീ എന്താ പ്രദർശിപ്പിക്കേണ്ടതെന്ന് അറിയാമോ? നിന്റെ ലൈറ്റ് അല്ല, നിന്നെ അല്ല, നിന്റെ ടാലന്റ് അല്ല, ഏതോ ക്ലബ് മ്യൂസിക് അല്ല, ഏതോ DJ അല്ല നീ പ്രദർശിപ്പിക്കേണ്ടത്. അയ്യോ അങ്കിളെ എങ്ങനെ പറയല്ലേ. എന്നാലും നമുക്ക് യങ്സ്റ്റേഴ്സിനെ കിട്ടത്തുള്ളൂ, യങ്സ്റ്റേഴ്സിനെ കിട്ടത്തുള്ളൂ. നിനക്ക് യങ്സ്റ്റേഴ്സിനെ അല്ല നീ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെയാണ് നീ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. നീ മനുഷ്യനെ അല്ല അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. യേശുവിന്റെ നാമത്തിൽ നീ കർത്താവിനെയാണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്ക്. നമ്മളും ഇതോ കളർ ലൈറ്റ് മാറ്റിയിരിക്കുന്നു. ഓ നല്ല ലൈറ്റ്, നല്ല ജോയ് ബ്രദർ, നല്ല പ്ലാറ്റ്ഫോം, നല്ല മൈക്ക് സിസ്റ്റം, ഓ നല്ല ഓഡിയോ, നല്ല ക്യാമറ, എല്ലാം നല്ലത് തന്നെ. പക്ഷേ മനസ്സിലാക്ക്, നമ്മുടെ ടാലന്റിനെയോ നമ്മയെയല്ലോ നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത്, യേശുവിനെയാണ് പ്രദർശിപ്പിക്കേണ്ടത്. ഏത് പുസ്തകത്തിൽ അപ്പോസ്തലൻ പറയുന്നു, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാല, അതാണ് പുതിയ നിയമ ശുശ്രൂഷ. വിളിച്ചു പറഞ്ഞാട്ടെ, എഴുതിയിട്ടാട്ടെ, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാല, അതാണ് സ്തോത്രം പുതിയ നിയമ ശുശ്രൂഷ. ബ്രദർ സുരേഷ് ബാബുവിന്റെ ടാലന്റോ വചന നൈപുണ്യമോ വാചകമടിയോ അല്ല പ്രദർശിപ്പിക്കേണ്ടത്. ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും കർത്താവ് യേശുവിന്റെ നാമമാണ് ദൈവത്തിന്റെ കൃപയാൽ പ്രദർശിപ്പിക്കേണ്ടത്. അല്ലാതെ ഉള്ളതായ പ്രദർശനങ്ങൾ, പെർഫോമൻസ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്, പെർഫോമൻസ്, ഓ ആരാധന, പെർഫോമൻസ്, വചന ശുശ്രൂഷ, ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് പെർഫോമൻസ്, ഗൂഗിളിൽ നിന്ന് കാണാതെ പഠിച്ചിട്ട് പെർഫോമൻസ്. അതുകൊണ്ടാണ് സഭകൾ താഴുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികൾ വിശ്വാസ ത്യാഗത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിന്റെ കോൺഗ്രിഗേഷനിൽ കാണാത്തത്. വിശ്വാസ ത്യാഗം, അപ്പോസ്റ്റസി സംഭവിക്കുന്നത് പുൽപിറ്റിൽ നിന്ന് ഉയർന്നത് അക്ഷരമാണ്. അക്ഷരം കൊല്ലുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്നു. കമോൺ, ഇത് കേൾക്കുന്ന സകല പ്രാസംഗികന്മാർ ദൈവത്തിന്റെ ആത്മാവിൽ തീ പിടിക്കട്ടെ. നിന്റെ ആസ്തികളിൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. നിന്റെ വചനം
സ്തോത്രം തീയായും ആ ജനത്തെ ദൈവം വിറകം ആക്കി തീർക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സകല ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവരെ നിങ്ങളുടെ ഗിയർ ചേഞ്ച് ചെയ്ത് നമ്മുടെ ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കാം. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഗിയർ ചേഞ്ച് ചെയ്ത് ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കാം. കാരണം അധികം തീവ്രതയോടെ, അധികം തീഷ്ണതയോടെ, അധികം മഹത്വത്തോടെ, അധികം ശക്തിയോടെ, അധികാരത്തോടെ ദൈവത്തിന്റെ കൃപയാൽ നിൽപ്പാൻ നമ്മുടെ പെർഫോമൻസ് വേണ്ട. അത് അപ്പുറത്തെ സിനിമാ തിയേറ്ററിൽ പോകട്ടെ. എന്നാൽ സഭയ്ക്ക് ആവശ്യം ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാല. ഗ്രീക്ക് പട്ടണങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നുപോയി കേട്ടോ. ഗ്രീക്ക് പട്ടണത്തിൽ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നുപോയപ്പോൾ വളരെ ശ്രദ്ധിക്കുക. അത് തെസ്സലോനിക്ക പട്ടണമാകട്ടെ, എഫെസോസ് ആകട്ടെ, ഫിലിപ്പി ആകട്ടെ, കൊരിന്ത് പട്ടണമാകട്ടെ, പൗലോസ് ഒരിക്കലും മിത്തോളജി തത്വജ്ഞാനം പറഞ്ഞിട്ടല്ല പൗലോസ് പോയത്. ശ്രദ്ധിക്കുക, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ കേട്ടിട്ടില്ല, സോക്രട്ടീസ് പറഞ്ഞതിന്റെ ബാക്കി, പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും പറഞ്ഞതിന്റെ ബാക്കി അല്ല പൗലോസ് പറഞ്ഞത്. പൗലോസ് പറഞ്ഞത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എവിടെ പറഞ്ഞു? ഗ്രീക്ക് മിത്തോളജി വിശ്വസിച്ച് അതിൽ മുങ്ങിക്കിടന്ന കൊരിന്ത്യരോടാണ് പറയുന്നത്. അവിടെ എനിക്ക് തത്വജ്ഞാനം എനിക്ക് പറയാൻ അറിയാം. ഗമാലിയന്റെ പാദപീഠത്തിൽ നിന്ന് ഞാൻ തത്വം പഠിച്ചവനാ. എന്നാൽ പൗലോസ് തന്റെ തത്വജ്ഞാനം മാറ്റിവെച്ചു, തന്റെ അക്ഷരജ്ഞാനം താൻ മാറ്റിവെച്ചു, തന്റെ തലയെ ഓഫ് ചെയ്തു, തന്റെ ഹൃദയത്തെ ഓൺ ചെയ്തു. നിന്റെ തലയെ ഓഫ് ചെയ്തു, അതെ, തന്റെ തലയെ ഓഫ് ചെയ്തു, ജ്ഞാനത്തെ, തന്റെ ബുദ്ധിയെ ഓഫ് ചെയ്തു, തന്റെ ആത്മാവിനെ ഓൺ ചെയ്തു. എല്ലാവരും ഒരു പ്രൊഫറ്റിക് ആക്ഷൻ പോലെ ചെയ്താട്ടെ. സ്തോത്രം. തലയെ ഓഫ് ചെയ്യാം, ആത്മാവിനെ ഓൺ ചെയ്യാം. തല ഓഫ് ആകട്ടെ, ആത്മാവ് ഓൺ ആകട്ടെ. അങ്ങനെയാണെങ്കിൽ നീ വാ തുറക്കുമ്പോൾ നിന്നിലൂടെ വരുന്നത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പകരം ദൈവത്തിന്റെ വചനം, ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം. കൊരിന്ത് പട്ടണത്തിൽ പൗലോസ് വന്നപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിൽ, ഗ്രീക്കിന്റെ തത്വസംഹിതയിൽ മുങ്ങിക്കിടന്നതായ ആ പട്ടണത്തിൽ പൗലോസ് മനസ്സിലായി, ഇവിടെ സഭ പറയണമെങ്കിൽ, ഇവിടെ സഭ പണിയണമെങ്കിൽ തത്വം പറഞ്ഞിട്ട് കാര്യമില്ല. 2 കൊരിന്ത്യർ 12:12 അപ്പോസ്തലന്റെ പൂർണ്ണ ലക്ഷണങ്ങൾ അവിടെ വെളിപ്പെട്ടു വന്നു. 2 കൊരിന്ത്യർ 12:12 പറയുന്നു, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും സ്തോത്രം, അതെ, വീര്യപ്രവൃത്തികളാലും അത് വെളിപ്പെട്ട് വരികയുണ്ടായി. അപ്പോസ്തലന്റെ പൂർണ്ണ ലക്ഷണങ്ങൾ 2 കൊരിന്ത്യർ 12:12 പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും വീര്യപ്രവൃത്തികളിലും നിങ്ങളുടെ ഇടയിൽ എവിടെ? കൊരിന്തിൽ വെളിപ്പെട്ടു വന്നു. കൊരിന്തിൽ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ സഹിഷ്ണുതയുള്ള അപ്പോസ്തലനോട് വെളിപ്പെട്ടു വന്നു എങ്കിൽ കമാൺ, നിന്റെ അക്ഷരത്തിന്റെ ആ നോട്ട്ബുക്ക് വലിച്ചു കയറി പുറത്തുകളാ. 12 വർഷം മുമ്പ് എഴുതി വെച്ചത്, 15 വർഷം മുമ്പ് ബൈബിൾ സ്കൂളിൽ നിന്ന് അത് എഴുതി വെച്ചത്, അതല്ല നീ പറയേണ്ടത്. മുട്ടുമടക്ക്. 2021 സംതിങ് ന്യൂ. ഈ കാലഘട്ടത്തിന്റെ ദൂത്, ഈ തലമുറ കേൾക്കേണ്ട ദൂത് പുതിയത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാട്ടെ. സംതിങ് ഫ്രഷ്. മന്ന എന്നും പുതിയതാത്രേ. പുറപ്പാട് 16:31 മന്ന എന്നും പുതിയതാത്രേ. യോഹന്നാൻ 6:35 48 51 ജീവ മന്ന, സ്തോത്രം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് വേണ്ടി കൊടുത്താട്ടെ. അക്ഷരത്തെ മാറ്റി നിർത്ത്. വീണ്ടും തെസ്സലോനിക്ക പട്ടണത്തിലേക്ക് ഞാൻ കടന്നുപോയി. അതും ഗ്രീക്കിന്റെ മറ്റൊരു പട്ടണം. 1 തെസ്സലോനിക്കർ 1:5 അവിടെ വേദപുസ്തകം പറയുന്നു, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാലയായിരുന്നു അവന്റെ ശുശ്രൂഷ. 1 തെസ്സലോനിക്കർ 1:5 ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം ജസ്റ്റ് ബൈബിൾ ക്ലാസ് ആയി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം ജസ്റ്റ് പ്രസംഗമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ ദൈവത്തിന്റെ കൃപയാൽ കടന്നു വന്നു. മൂന്നാമത് വേറൊരു പട്ടണം, എഫെസോസ് പട്ടണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19 അധ്യായം അതേ 11-12 വാക്യങ്ങൾ. അതേ എഫെസോസ് പട്ടണത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇതാ കടന്നുപോയി. അപ്പോസ്തല പ്രവൃത്തി 19 കാണാതെ പഠിക്കേണ്ട ഉണർവിന്റെ അധ്യായം. സ്തോത്രം. നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. അതേ, ഉണർവിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 19 ഉണർവിന്റെ അധ്യായം. ഉണർവിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്? എന്നെ ചിലർ ഹോംവർക്കായി പലര് അതെ എഴുതി അറിയിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഊട്ടിയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് അതെ എഴുതി അറിയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞാൻ നിങ്ങൾക്കായി നന്ദി പറയുന്നു. വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ദ റിവൈവൽ ഓഫ് ഗാഡ്? വെൻ ഗാഡ് മൂവ്സ്, ദൈവം ചലിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? അപ്പോസ്തല പ്രവൃത്തി 19 ഒരെണ്ണം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരാം.
വിശ്വസിച്ചിട്ട് ജനം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. അതാണ് ഉണർവിന്റെ ഒന്നാമത്തെ ലക്ഷണം. വിശ്വസിച്ചിട്ട് ജനം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. എന്നാൽ നോക്കണമേ, ഗ്രീക്ക് മിത്തോളജിയിൽ, ഗ്രീക്ക് ഫിലോസഫിയിൽ, തത്വസംഹിതയിൽ സ്തോത്രം മുങ്ങിക്കിടന്നതായ എഫെസോസ് പഠനത്തിൽ പൗലോസ് കാലെടുത്ത് വെച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19:11 പറയുന്നു, പൗലോസ് റൂമാലെടുത്ത് വിയർപ്പ് തുടച്ചു എന്നല്ല ബൈബിൾ പറയുന്നത്. പൗലോസ് റൂമാലെടുത്ത് മൂക്ക് ചീറ്റി എന്നല്ല ബൈബിൾ പറയുന്നത്. അവൻ റൂമാൽ ഉത്തരിയും കൊടുത്തുവിട്ടു. ഉത്തരിയും പോയ വഴിയിൽ രോഗികൾ സൗഖ്യമായി, വ്യാധികൾ സ്തോത്രം അപ്രത്യക്ഷമായി, ദുരാത്മാക്കൾ പുറപ്പെട്ടു പോയി. God performed unusual miracle through the bronze and handkerchief of St. Paul. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവമായ കർത്താവ് അസാമാന്യമായ പ്രവർത്തികളെ ചെയ്യുകയുണ്ടായി. അതേ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം ലോകത്തിന്റെ ഏത് ജ്ഞാനികളുണ്ടോ നിങ്ങൾ പാർക്കുന്നത് സ്തോത്രം കേംബ്രിഡ്ജിലാണോ അല്ല ഓക്സ്ഫോർഡിലാണോ നിങ്ങൾ പാർക്കുന്നത് സ്തോത്രം ഹാർവാർഡിലാണോ? ഏത് ജ്ഞാനികളുള്ള പട്ടണത്തിലും ഈ തലമുറയിലും സാത്താന്യ പള്ളികൾ പൂട്ടും, ദൈവത്തിന്റെ സഭ തുറക്കപ്പെടും. എങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന് 9 കൃപാവരവും ഏതോ VIP പറന്നിറങ്ങുമ്പോഴല്ല, നിന്നിലൂടെ നീ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, നീ റോഡിലൂടെ നടക്കുമ്പോൾ ഭൂതങ്ങൾ അലറട്ടെ. അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് പറ, കൂടുതൽ അന്യഭാഷ പറ, കുറച്ച് മലയാളം പറ, കൂടുതൽ അന്യഭാഷ പറ, ആ ഫോൺ മാറ്റിവെച്ച് കൂടുതൽ അന്യഭാഷ പറ. ദൈവം നിന്നെ ഉപയോഗിക്കട്ടെ. കാരണം യേശു കർത്താവ് അവൻ അക്ഷരത്തിന്റെ ഉറവിടമായ ഗ്രീക്കുകാരെ മിണ്ടാതാക്കി പൗലോസ് അപ്പോസ്തലനിലൂടെ അവിടെ സഭകളെ സ്ഥാപിച്ചു. കൊരിന്ത്, തെസ്സലോനിക്ക, ഫിലിപ്പിയ, എഫേസ്യ, കൊലോസിയ പട്ടണമായി അവിടെ ഇതാ സഭകൾ സ്ഥാപിക്കപ്പെട്ടു. യേശു കർത്താവ് ജ്ഞാനികൾക്കും രാജാവത്രേ. സ്തോത്രം. 1, കർത്താവ് റോമക്കാർക്ക് രാജാവായതുകൊണ്ട് ലാറ്റിൻ ഭാഷയിൽ എഴുതി. 2, അതെ സ്തോത്രം ജ്ഞാനികളാകുന്ന ഗ്രീക്കുകാർക്ക്, യവനന്മാർക്ക് സ്തോത്രം, അതെ യേശു രാജാവായതുകൊണ്ട് സർവ ജ്ഞാനിയാകുന്ന കർത്താവ് ഏത് ജ്ഞാനികൾക്കും രാജാവായതുകൊണ്ട് അത് യവന ഭാഷയിൽ എഴുതി. എന്നാൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എന്റെ നേരം തീർന്നുവെങ്കിലും ഇന്നത്തെ പ്രധാന ചിന്താ വിഷയം, ഏറ്റവും വിവാദമായ വിഷയം, യേശു യഹൂദന്മാരുടെ രാജാവ്. യേശു യഹൂദന്മാരുടെ രാജാവ്. ആരോ പടി തട്ടി പറയുന്ന ഇത് കേൾക്കാനാ വന്നത്. സ്തോത്രം. യേശു യഹൂദന്മാരുടെ രാജാവ്. മനസ്സിലാക്കുക, ദൈവസഭ ആർക്കും പക്ഷം പിടിപ്പാൻ ഒരിക്കലും കഴിയത്തില്ല. ഞാൻ ആവർത്തിക്കുന്നു, ദൈവസഭ ആർക്കും പക്ഷം പിടിപ്പാൻ ഒരിക്കലും ദൈവസഭയെ കർത്താവ് വിളിച്ചിട്ടില്ല. വായ്, എന്താ കാര്യം? കർത്താവ് പക്ഷം പിടിക്കുന്നില്ല. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, there is no partiality to the Lord. ദൈവത്തിന് ഒരിക്കലും പക്ഷപാതമില്ല. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം ഇന്നലെ ഞാൻ നിങ്ങളെ വായിച്ചു കേട്ടു. രക്ഷയുടെ കാര്യത്തിൽ യഹൂദനെന്നും യവനനെന്നും ദൈവം വ്യത്യാസം വരുത്തുന്നതേ ഇല്ല. രക്ഷയുടെ കാര്യത്തിൽ ആരായാലും രക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ 10,000-കണക്കിന് ജനത്തിന്റെ നടുവിൽ ഒരു പ്രാസംഗികന് പോയി പ്രസംഗിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു സുവിശേഷകനെ കയറിപ്പോയി പ്രസംഗിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, സ്വപ്നങ്ങളുടെ ദർശനങ്ങളുടെ 10,000-ങ്ങളുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷനാകുന്നത്. കൊട്ടാരങ്ങളിൽ, മാർബിൾ കൊട്ടാരങ്ങളിൽ യേശു കർത്താവ് നടക്കുന്നു. ജനം രക്ഷിക്കപ്പെടുന്നു. യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാട്ടെ, ഇറാനിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത അനേകർ രക്ഷിക്കപ്പെടുന്നത്. എന്റെ കർത്താവ് സകലരെയും സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്നതായ ആരെങ്കിലും വിമർശന ബുദ്ധിയിൽ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ അമ്മയേക്കാൾ യേശു നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് വേണ്ടി ചത്തുകളയുമെന്ന് പറയുന്ന നിന്റെ ബോയ് ഫ്രണ്ടിനേക്കാൾ, നിന്റെ ഗേൾ ഫ്രണ്ടിനേക്കാൾ യേശു നിന്നെ സ്നേഹിക്കുന്നു. അതിനു വേണ്ടിയാണ് കർത്താവ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ബൈബിൾ സ്തോത്രം ഒരു സ്നേഹ പുസ്തകമാണ്. മറ്റ് പല പുസ്തകങ്ങൾ വാടകയ്ക്ക് തലവെട്ട് എന്ന് പറയുമ്പോൾ, മറ്റ് പല പുസ്തകങ്ങൾ യുദ്ധം ചെയ്യുവാൻ ആഹ്വാനം നൽകുമ്പോൾ, വേദപുസ്തകം അത് സ്നേഹ പുസ്തകം ആണ്. സുവിശേഷം അത് സ്നേഹ ശബ്ദം ആണ്. എന്നാൽ വളരെ ശ്രദ്ധിച്ചു കേൾക്ക്, അവൻ യഹൂദന്മാരുടെ രാജാവ്. സ്തോത്രം, യഹൂദന്മാരുടെ രാജാവ്. വളരെ സ്തോത്രം ശ്രദ്ധിച്ചു കേട്ടാടെ. വേദപുസ്തകം പറയുന്നു, യഹൂദന്മാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ജനമാണ്. അത് പറവാൻ എനിക്ക് 4-5 സെഷൻ ആവശ്യമുണ്ട്. സ്തോത്രം, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 4 പുസ്തകങ്ങൾ ആവർത്തിച്ച് കർത്താവ് പറയുന്നു. പാരമ്പര്യമായി ക്രൈസ്തവ സഭ പാടുന്നതായ ഒരു പാട്ടുണ്ട്, പരദേശികൾ നാം
ഭാഗ്യശാലികൾ. ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികളാണ്, പക്ഷെ ഭാഗ്യശാലികൾ, ഏറ്റവും ശ്രേഷ്ഠ ജനം, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവർ ശ്രേഷ്ഠ ജന. അതെ, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടവർ. നിങ്ങൾ ശ്രേഷ്ഠനാണ്, ഞാൻ ശ്രേഷ്ഠനാണ്. യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡിനറി അല്ല, പകരം ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ ശ്രേഷ്ഠരാണ്. സ്തോത്രം. ദൈവം ഇവരെ തിരഞ്ഞെടുത്തത് എന്നാണ്? ദൈവം ഇവരെ തിരഞ്ഞെടുത്തത് 1948 മെയ് മാസം. സ്തോത്രം. മെയ് മാസത്തിലല്ല കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്. മെയ് മാസം 14 തീയതി 1948 യഹൂദന്മാരെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തത്. ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായം അവസാന വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, തേജോമയനായ ദൈവം. ഉൽപ്പത്തി 11:27. ഓ തേജോമയനായ ദൈവം മെസ്സപ്പൊത്തോമിയിൽ വെച്ച്, ഇന്നത്തെ ഇറാഖിന്റെ ഒരു ഭാഗമാണ്, മെസ്സപ്പൊത്തോമിയിൽ വെച്ച് അബ്രാം എന്ന് ഒരു മനുഷ്യന് പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7 അധ്യായം 2 വാക്യത്തിൽ ഒരേ ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് രക്തസാക്ഷിയായ ഒരു മനുഷ്യനുണ്ട്. അവന്റെ പേരാണ് സ്തെഫാനോസ്. ഒരേ ഒരു പ്രസംഗം പറഞ്ഞപ്പോൾ സുവിശേഷ വിരോധികൾ അവനെ കൊന്നുകളഞ്ഞു. ലോകം കണ്ട ഏറ്റവും, ലോകത്തിൽ വച്ച് ലഭിക്കാവുന്ന ഏറ്റവും നല്ല മരണമാണ് സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയാകുന്നതായ മരണം. ഞാൻ ആവർത്തിക്കട്ടെ. സ്തോത്രം. കിംസിലോ ശ്രീചിത്രയിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ കിടന്ന് കൊറോണ ബാധിച്ച് ഓക്സിജൻ എന്ന് നിലവിളിച്ച് പിടഞ്ഞു മരിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ മരണമാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം പറഞ്ഞ് തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് സ്തോത്രം. അതെ, എന്നോട് സ്ട്രിക്റ്റ് ആയി ചില ദൈവദാസന്മാർ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞു, ബ്രദറെ, യഹൂദൻ എന്ന് കുറെ മാസങ്ങൾക്ക് മിണ്ടല് കേട്ടോ. അയ്യോ മിണ്ടല്, കുറെ മാസങ്ങൾക്ക് യഹൂദൻ എന്ന് മിണ്ടല്. കാരണം എന്താണെന്നറിയോ? ദുബായി പോകാൻ പറ്റത്തില്ല, സൗദി കാല് ചുറ്റാൻ പറ്റത്തില്ല, ഖത്തറിൽ പോകാൻ പറ്റത്തില്ല, ദർഹാം കിട്ടത്തില്ല, റിയാല് കിട്ടത്തില്ല, ദിനാർ കിട്ടത്തില്ല. എടോ, തനിക്ക് കിട്ടത്തില്ലായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ബ്രദർ സുരേഷ് ബാബുവിന്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം ഒരിക്കൽ കൂടെ അമേരിക്കയിൽ പോകണമെന്നോ, ഒരിക്കൽ കൂടെ സ്വിറ്റ്സർലൻഡിൽ കോൺഫറൻസ് നിൽക്കണമെന്നോ, ജർമ്മനിയിൽ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ യൂറോപ്പിനെ അഭിമുഖീകരിക്കുന്ന സാറ്റലൈറ്റ് ക്യാമറകൾ നോക്കി പ്രസംഗിക്കണോ എന്നല്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയാകണമെന്നാണ്. അതുകൊണ്ട് ഭീരുത്വം, ഭയം, സ്തോത്രം, ഭയവും ഭീതിയുമുള്ളവൻ ഗിലെയാദ് പർവ്വതങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ. ഭയവും ഭീതിയുള്ളവൻ നിന്റെ ബെഡ്റൂമിൽ ഇരുന്ന്, അതേ സ്തോത്രം, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യട്ടെ. എന്നാൽ ധൈര്യമുള്ളവർ ഭൂതത്തെ പുറത്താക്കട്ടെ, രോഗികളെ സൗഖ്യമാക്കട്ടെ. തേജസ്സിന്റെ സുവിശേഷം തല ഉയർത്തി ധൈര്യത്തോടെ വിളിച്ചു പറ. നിന്റെ ലക്ഷ്യം ദുബായ് അല്ല, ഖത്തറല്ല, സൗദി അറേബ്യയല്ല, കത്തുന്ന നരകമല്ല, തേജസ്സിന്റെ സ്വർഗമാകട്ടെ നിന്റെ ലക്ഷ്യം. വളരെ ശ്രദ്ധിക്ക്. തേജോമയനായ ദൈവം മെസ്സപ്പൊത്തോമിയയിൽ വെച്ച് അബ്രഹാമിന്റെ മുൻപിൽ ദൈവമായ കർത്താവ് പ്രത്യക്ഷനാകുകയുണ്ടായി. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അവന്റെ അവിശ്വാസത്തെ ദൈവം മാറ്റി. അവന്റെ ഉള്ളിൽ അല്പവിശ്വാസം കൊടുത്തു. പിന്നത്തേത് നല്ല വിശ്വാസം നൽകി. അവസാനം സ്തോത്രം, അതേ വലിയ വിശ്വാസത്തിലേക്ക് വഴി നടത്തി. ഓ, ആ പുത്രന്മാർ ഇല്ലാതിരുന്ന അവന് ദൈവം ഇസഹാക്കിനെ കൊടുത്തു. ഇസഹാക്കിനെ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഇതായിരുന്നു. തന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവാകുന്ന മശിഹ മാനവജാതിയുടെ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് കടന്നു വരേണ. യേശുവിന്റെ ഒന്നാമത്തെ വരവ് യഹൂദന് വേണ്ടിയല്ല, മുഴു ലോകത്തിന് വേണ്ടിയാണ് യേശു വന്നത്. മുഴു ലോകത്തിന് വേണ്ടി യേശു വന്നു. മറക്കല്ല, യേശു കർത്താവ് ഒന്നാമതായി ഈ ലോകത്തിലേക്ക് വന്നത് യോഹന്നാൻ സുവിശേഷം 3 അധ്യായം 16 വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ രക്ഷിക്കപ്പെടേണ്ടതിന്, സ്തോത്രം, അതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, യേശുവിനെ നൽകുവാൻ തക്കോണം യഹൂദനെയല്ല സ്നേഹിച്ചത്, ലോകത്തെ സ്നേഹിച്ചു. മുഴു ലോകത്തിന് വേണ്ടി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. 1 യോഹന്നാൻ 4:9 വാക്യം പറയുന്നു, യേശുവിനെ നമുക്ക് നൽകിയതാണ്, ലോകത്തിന് നൽകിയതിനാൽ ദൈവത്തിന്റെ സ്നേഹം പ്രസിദ്ധമായി. ലോകത്തിന് വേണ്ടി യേശു വന്നു. ലോകത്തിന് വേണ്ടി യേശു കർത്താവ് പിതാവായ ദൈവത്തെ നൽകിയുണ്ടായി. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അബ്രാമിനെ തിരഞ്ഞെടുത്തു. അവനെ അബ്രഹാമാക്കി. അവനെ ഇസഹാക്കിനെ നൽകി. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. അതേ യാക്കോബിൽ നിന്ന് യഹൂദ ജനിച്ചു. സോ ഓൺ. ആ കുടുംബത്തിൽ നിന്ന് പുരോഹിതന്മാർ എഴുന്നേറ്റു. അഹരോൻ എന്ന പുരോഹിതൻ. ആ കുടുംബത്തിൽ നിന്ന് ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രവാചകനാകുന്ന മോശ എഴുന്നേറ്റു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒന്നാമത്തെ പ്രവാചകൻ മറ്റവനായിരിക്കും അല്ലേ? അതെ, അവന്റെ പേരാണ് നസ്രേനായ യേശു. ഒന്നാമത്തെ പ്രവാചകൻ
പ്രവാചകൻ നസ്രേന യേശു, രണ്ടാമത്തെ പ്രവാചകൻ മോശ. ആ കുടുംബത്തിൽ നിന്ന് പുരോഹിതന്മാർ എഴുന്നേറ്റു. രണ്ടാമത്തെ പ്രവാചകനായി മോശ എഴുന്നേറ്റു. ആ കുടുംബത്തിൽ നിന്ന് രാജാക്കന്മാർ, ചക്രവർത്തിമാർ എഴുന്നേറ്റു. അവന്റെ പേരാണ് ദാവീദ്. ദാവീദിനെ ദൈവം കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലെടുത്തുമ്പോഴും ദൈവമായ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിന്റെ കടിപ്രദേശത്ത് നിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു രാജാവിനെ ഞാൻ നിനക്ക് നൽകാം. സ്തോത്രം. നേരമില്ല, പെട്ടെന്ന് പറയട്ടെ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 32-33 വാക്യത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നാസറേത്ത് എന്ന കുഞ്ഞു ഗ്രാമത്തിൽ മാലാഖ കടന്നു വന്ന് മറിയോട് സംസാരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു. സ്തോത്രം. അതെ, അവൻ വലിയവനാകും. ആര്? യേശു. യേശു വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്ന് യേശു വിളിക്കപ്പെടും. കർത്താവായ ദൈവം യേശുവിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം യേശുവിന് കൊടുക്കും. അതെ, യേശു കർത്താവ് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. കാരണം അവൻ, സ്തോത്രം, അതെ, രാജാതി രാജാവ്. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു യഹൂദ, സ്തോത്രം, ലീനിയോളജിയിൽ, യഹൂദ, സ്തോത്രം, അതെ, ബ്ലഡ് ലൈനിൽ, യഹൂദ തലമുറയിൽ അവന് ജനിച്ചു വളർത്തപ്പെടുകയുണ്ടായി. ഈ യഹൂദന്മാരെ ദൈവം തിരഞ്ഞെടുത്തത് അവർക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടിയാണ്. മനുഷ്യർ രക്ഷിക്കപ്പെടേണ്ടതിന്. ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് വിഭാഗത്തിൽപ്പെട്ട മാനവ ജാതി രക്ഷിക്കപ്പെടുവാൻ ഒരു രക്ഷകനാകുന്ന യേശു ഈ ലോകത്തിൽ കടന്നു വരണമായിരുന്നു. സ്തോത്രം. അതിനുവേണ്ടി യഹൂദന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പൊ യഹൂദന്റെ പൊസിഷൻ എന്താണ്? ശ്രദ്ധിക്കുക, ഞാൻ ബാലൻസ് ചെയ്ത് പറയുകയാണ്. യഹൂദനെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തു. എന്നാൽ യോഹന്നാൻ 1:11 പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, എന്നാൽ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തമായ യഹൂദന്മാർ യേശുവിനെ കൈക്കൊണ്ടില്ല. അടികൊണ്ട് ഈ സ്തോത്രം പിലാത്തോസിന് മുൻപിൽ യേശു തകർന്നു നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് ജനം അവിടെ ഉണ്ടായിരുന്നു. ക്രൂശിൽ കയറുന്നതിന് മുൻപ് വിസ്താരം കഴിഞ്ഞ് തകർന്ന യേശു നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് ജനം ആ കൊട്ടാരത്തിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് സ്തോത്രം, അതേ, ചരിത്രം പറയുന്നു. എന്നാൽ കൃത്യം 160 പേർ മാത്രം, ആ സ്തോത്രം, യഹൂദ മതാനുസാരികളുടെ റെപ്രസെന്റേറ്റീവ് ആകുന്ന 160 പേർ മാത്രമാണ് വിളിച്ചു പറഞ്ഞത്, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. അവർ ജയിച്ചു. അവർ യേശുവിനെ തള്ളി. അവർ യേശുവിനെ തള്ളിയത് കൊണ്ട്, സ്തോത്രം, റോമക്കാർ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു. അല്ലാതെ ഒരിക്കലും ചിന്തിക്കരുത് യഹൂദന്മാർ ക്രൂശിച്ചു, റോമക്കാർ തോന്നിയതുപോലെ അവനോട് ക്രൂശിച്ചു. നോ വേ. സ്തോത്രം. ആർക്കും യേശുവിനെ പെട്ടെന്ന് പിടിച്ച് അങ്ങ് ക്രൂശിപ്പാൻ കൊണ്ടാൻ കഴിയത്തില്ല. യേശുവിനെ പിടിച്ചതല്ല, യേശു പിടികൊടുത്തതാണ്. ഞാൻ ആവർത്തിക്കുന്നു, യേശുവിനെ പിടിച്ചതല്ല, അവൻ പിടികൊടുത്തതാണ്. അവൻ ക്രൂശ്, സ്തോത്രം, അതെ, ക്രൂശിൽ അവനെ കൊന്നതല്ല, യേശുവിനെ കൊന്നതല്ല. പകരം കർത്താവ് യേശു ക്രൂശിനെ നിനക്ക് വേണ്ടി മരിച്ചതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തു ഗദശമന തോട്ടത്തിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചേവകർ, പടയാളികൾ, യഹൂദ മതാനുസാരികൾ എല്ലാവരും ഉണ്ട്. പ്രാബല്യ ഒരു 400 പേരോളം ജനമുണ്ട്. സ്തോത്രം. അതെ, അവരോട് യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ഞങ്ങൾ ആരെ തിരയുന്നു? ശാന്തമായി ചോദിച്ചാണ്, നിങ്ങൾ ആരെ തിരയുന്നു? ഉടനെ അവർ പറഞ്ഞു, നസ്രേനായ യേശുവിനെ. നസ്രേനായ യേശുവിനെ എന്ന് പറയുമ്പോൾ അന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് കത്തുന്ന മുൾപ്പടർപ്പിൽ അവിടെ ഏറ്റവും വലിയ പ്രവാചകനാകുന്ന, അവരുടെ ഏറ്റവും വലിയ പ്രവാചകനാകുന്ന മോശയുടെ മുൻപിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് ചെയ്ത കർത്താവ്. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ 100 കണക്കിന് ജനം പിന്നോക്കം വീണു. അതാണ് യേശുവിന്റെ ശക്തി. ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ 100 കണക്കിന് ജനം, സ്തോത്രം, നിലത്ത് വീണു. ഓ സ്തോത്രം, അതെ, ഞാനാകുന്നു, ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ സ്വതന്ത്രമാക്കി യേശു കർത്താവ് പിടികൊടുത്തു. യേശുവിനെ പിടികൊടുത്തു. യേശു കർത്താവ് സകല പീഡകളെ അതെ അനുഭവിച്ചു. യഹൂദന്മാർ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ തള്ളി. യഹൂദന്മാർ യേശുവിനെ തള്ളിയത് കൊണ്ട് നമുക്ക് യേശുവിനെ കിട്ടി. യഹൂദന്മാർ യേശുവിനെ തള്ളാതിരുന്നെങ്കിൽ നിനക്ക് യേശുവിനെ രക്ഷകനായി കിട്ടത്തില്ലായിരുന്നു. അവർ തള്ളിയതിനായി സ്തോത്രം. അവൻ തള്ളിയത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. സഭ ദൈവത്തിന് കൃപയാൽ ഉളവായി. ഇന്നും ലോകത്തിൽ 1.5 കോടിയോളം യഹൂദന്മാരാണ് ഉള്ളത്. ഇന്നും ഭൂരിപക്ഷം യഹൂദന്മാർ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. ഇന്നും ഭൂരിപക്ഷ യഹൂദന്മാർ യേശുവിനെ മെസ്സിയായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അതേ സമയത്ത് ഒരു ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷം മെസ്സിയാനിക് ജ്യൂസ് എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂയോർക്കിൽ, ജർമ്മനിയിൽ,
ഓസ്ട്രിയയിൽ, സ്വിറ്റ്സർലൻഡിൽ, സ്തോത്രം ഷിക്കാഗോയിൽ, ടൊറോണ്ടോയിൽ ഒക്കെ സ്തോത്രം യഹൂദന്മാരോട് സുവിശേഷം പ്രസംഗിപ്പാൻ ഈ ഉള്ളവന് ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അവിടെ പേര് മെസ്സിയാനിക് ജൂസ് എന്നാണ്. അവരും നമ്മെപ്പോലെ പാട്ട് പാടുന്നവരാണ്, പുതിയ നിയമം വായിക്കുന്നവരാണ്, ധ്യാനിക്കുന്നവരാണ്, പുതിയ നിയമം വിശ്വസിക്കുന്നവരാണ്, പുതിയ നിയമത്തിൽ നിന്ന് വചനമെടുത്ത് പ്രസംഗിക്കുന്നവരാണ്, നമ്മെപ്പോലെ എക്സാക്ട്ലി അന്യഭാഷകളിൽ സംസാരിക്കുന്നവരാണ്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരാണ്. അവർ യേശുവിനെ അംഗീകരിച്ചവനാണ് മെസ്സിയാനിക് ജൂസ്. എന്നാൽ ഭൂരിപക്ഷം അതേ യഹൂദന്മാരും ഇന്ന് യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ തിരുവചനം പറയുന്നു, എബ്രായ ഭാഷയിൽ എഴുതി യേശു യഹൂദന്മാരുടെ രാജാവ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, സ്വർഗം എപ്പോൾ തുറന്നോ അപ്പോഴൊക്കെ കേട്ടതായ ഭാഷ എബ്രായ ഭാഷയാണ്. ഉദാഹരണം, ശൗലിനോട് ദൈവം ഇടപെടുകയാണ്. ശൗൽ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി ഉള്ള സഭകളെ തകർക്കുമെന്ന് പറഞ്ഞ്, ഉള്ള ക്രിസ്ത്യാനികളെ തകർക്കുമെന്ന് പറഞ്ഞ് തീവ്രവാദി ശൗൽ ഇതാ ഒരു കൊടുങ്കാറ്റ് പോലെ സ്തോത്രം ദമസ്കോസിന്റെ പടിവാതിലോട് കുതിരപ്പുറത്ത് പാഞ്ഞ് അടുക്കുകയാണ്. എന്നാൽ ആ തീവ്രവാദിയെ അപ്പോസ്തലനാക്കാൻ ദൈവം തീരുമാനിച്ചു. ഇന്ന് രാത്രി സഭ പ്രാർത്ഥിക്കട്ടെ, തീവ്രവാദികൾ അപ്പോസ്തലന്മാരാകട്ടെ. ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന തീവ്രവാദികൾ യേശു ക്രിസ്തുവിൻ ശക്തിയുള്ള നാമത്തിന്റെ മഹത്വത്തിനായി ദൈവത്തിന്റെ വേലക്കാരാകട്ടെ, സുവിശേഷകന്മാരാകട്ടെ, അപ്പോസ്തലന്മാരാകട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. സഭ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ സ്തോത്രം ശൗലിനോട് ദൈവമായ കർത്താവ് ചോദിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഏത് ഭാഷയിൽ? ഹിന്ദിയിലല്ല, തെലുങ്കിലല്ല, കന്നഡയിലല്ല, സ്തോത്രം മലയാളത്തിലല്ല, എബ്രായ ഭാഷയിൽ. അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. ഹീബ്രു, ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ഹെവൻ. സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് എബ്രായ ഭാഷയിൽ ഇതാ ദൈവം ചോദിച്ചു, സ്തോത്രം ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? എന്നാൽ സ്തോത്രം യഹൂദന്മാർ ഭൂരിപക്ഷം ഇന്ന് അതേ സ്തോത്രം ആരെ യേശുവിനെ മെസ്സിഹയായി അംഗീകരിച്ചിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നാൽ അംഗീകരിക്കുന്ന ദിവസം ഇതാ കടന്നു വരുവാൻ വേണ്ടി പോകുകയാണ്. ഒരു കുഞ്ഞു പോലും മാറി നിൽക്കാതെ മുഴുവൻ യഹൂദന്മാരും മെസ്സിഹ എന്ന് യേശുവിനെ അംഗീകരിക്കുന്ന സ്തോത്രം ദിവസങ്ങൾ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. എത്രയോ പ്രാവശ്യം യെരുശലേമിൽ പോകുമ്പോഴൊക്കെയും നൂറുകണക്കിന് യഹൂദന്മാർ രാത്രിയും പകലും വന്ന് വേലിൻ വാളിൽ തലതല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മെസ്സിഹായെ വരണമേ, മെസ്സിഹായെ വരണമേ, ഞങ്ങളുടെ നിന്ന മാറ്റണമേ, ഞങ്ങളുടെ നിന്ന മാറ്റണമേ, ഞങ്ങൾക്ക് ആരാധിപ്പാൻ ആലയമില്ല, സ്തോത്രം ഞങ്ങൾ ചുറ്റും ശത്രുക്കളാൽ വലയപ്പെട്ടിരിക്കുന്നു, മെസ്സിഹായെ വരണമേ. അവിടെ മെസ്സിഹ വരുന്നതിന് മുൻപ് നമ്മുടെ മണവാളൻ വരും. അവിടെ മെസ്സിഹ വരുന്നതിന് മുൻപ് ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന സഭയുടെ മണവാളൻ വേഗത്തിൽ വരുവാൻ വേണ്ടി പോകുന്നു. which is called the rapture of the church. അതിന്റെ പേരാണ് സഭയുടെ ഉൾപ്രാവണം. രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഒന്നാമതായി കർത്താവ് വരുവാൻ വേണ്ടി പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് യേശു ഭൂമിയിൽ വന്നത് സഭയെ നേടുവാൻ. രണ്ടാമത് സഭയ്ക്ക് വേണ്ടി അവൻ മധ്യാകാശത്തിൽ വരുന്നു. സഭയെ നേടുവാൻ അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ 1 കൊരിന്ത്യർ 15:52, 1 തെസ്സലോനിക്കർ 4:16-17 കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്. അതെ സ്തോത്രം. മറ്റുള്ളവ സകലരും അതെ തിരിച്ചറിവാൻ കഴിയാത്ത വിധത്തിൽ സ്വർഗീയ ശരീരം പ്രാപിച്ച് ഈ പാറ്റകൾ പോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പറന്ന് ഉയരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സഭ എടുത്തുകൊള്ളപ്പെടും. ലോകം മുഴുവൻ കുട്ടിച്ചോറാകും. അന്തിക്രിസ്തു കടന്നു വരും. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവന്റെ പേരാണ് അന്തിക്രിസ്തു. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവനാണ് അന്തിക്രിസ്തു. യേശു ദൈവപുത്രൻ അല്ല എന്ന് പറയുന്നവനാണ് അന്തിക്രിസ്തുവിന്റെ മണവാട്ടി. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചിട്ടില്ല എന്ന് പറയുന്നവനാണ് അന്തിക്രിസ്തുവിന്റെ മണവാട്ടി. അതെ സ്തോത്രം. അന്തിക്രിസ്തുവും തന്റെ മണവാട്ടിയുമായി ലോകത്തിലുള്ള 1/3 കൂട്ടരെ കൊന്ന് നശിപ്പിക്കും. ലോകത്തിൽ കാണുന്നതായ 33% ആൾക്കാർ സഭ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം ലോകത്തിൽ കൊല്ലപ്പെടും. ഡെയിലി 10,000 പേർ ആ 7 വർഷത്തിനിടയിൽ കൊല്ലപ്പെടും. 10,000കണക്കിന് ജനം മഹോ ഉപദ്രവത്തിന്റെ കാലത്ത്, അന്തിക്രിസ്തു ഭരിക്കുമ്പോൾ മഹോപദ്രവത്തിന്റെ കാലത്ത് 10,000കണക്കിന് ജനം അന്തിക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ലോകത്തിൽ കൊല്ലപ്പെടും. കാരണം യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായിരിക്കുന്നത് പോലെ സാത്താന്റെ പുത്രനാണ് അന്തിക്രിസ്തു. മറന്നുപോകല്ല്, സാത്താന്റെ പുത്രനാണ് അന്തിക്രിസ്തു. അന്തിക്രിസ്തു ആദ്യത്തെ 3.5 വർഷം നല്ല പിള്ളി
ആയിരിക്കും. അവസാനത്തെ 3.5 വർഷം സ്തോത്രം അവന്റെ മുഖം മൂടി മാറ്റും. അവന്റെ മുഖം മൂടി മാറ്റുമ്പോൾ അന്ന് യഹൂദന്റെ സപ്പോർട്ടിൽ കടന്നു വന്നതായ ഡിസപ്ഷൻ, വഞ്ചനയുടെ പ്രതീകമാകുന്ന അന്തിക്രിസ്തുവിന്റെ മുഖം മൂടി മാറുമ്പോൾ യഹൂദന് മനസ്സിലാകും, ഇവൻ നമ്മുടെ മെശിഹ അല്ല. ഓ സ്തോത്രം, ഇവൻ നമ്മുടെ രക്ഷകൻ മെശിഹ എന്ന് പറഞ്ഞിട്ടാണ് അന്തിക്രിസ്തുവിനെ സഭയുടെ ഉൽപ്രാപന ശേഷം യഹൂദൻ ഭാഗികമായി അംഗീകരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മനസ്സിലാകും, അവൻ നമ്മുടെ മെശിഹ അല്ല. ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. യഹൂദന്മാർക്ക് അവരുടെ വീട്, പുരയിടം, അവരുടെ ദേശം മുഴുവൻ നഷ്ടപ്പെടും. അതാണ് തിരുവചനം പറയുന്നത്. അവർ വിലപിക്കും, ഇസ്രായേൽ വിലപിക്കും. ഇസ്രായേലിന്റെ പ്രിയ നഗരമാകുന്ന യെരൂശലേം അവർക്ക് വിട്ട് ഓടിപ്പോകേണ്ടി വരും. പണ്ട് ഹിസ്കിയ രാജാവിന്റെ കാലത്ത് ഭൂകമ്പം ഉണ്ടായ സമയത്ത് അവർ ഓടിപ്പോയതുപോലെ അവർ ഓടിപ്പോകും. എങ്ങോട്ട്? പെട്ര എന്നറിയപ്പെടുന്ന ഇന്നത്തെ ജോർഡാന്റെ പട്ടണത്തിലേക്ക് അവർ ഓടിപ്പോകും. ഏദോമിന്റെ പട്ടണമാണ് പെട്ര. ഇന്നത് ശൂന്യമായി, മൈലുകൾ 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 ശൂന്യമായി കിടക്കുന്നു. 10,000-കണക്കിന് യഹൂദന്മാർ അവിടെ പോയി പാർക്കും. ഇന്ന് അവർ അവിടെ പോയി പാർക്കുവാൻ വെള്ളവും മറ്റ് സാമഗ്രികളും ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അന്നവർ പ്രിയ നഗരം വിട്ട്, തങ്ങളുടെ വാഗ്ദത്ത ഭൂമി വിട്ട് അവർ ഓടിപ്പോകും. CNN, BBC, ABC, NBC, ഏഷ്യാനെറ്റ്, സ്തോത്രം, അതേ ചാനൽ 24, MMTV, അതേ ബാക്കി TV ചാനലുകൾ നിങ്ങൾ പറഞ്ഞാട്ടെ, മാതൃഭൂമി, സകലരും പറയും യഹൂദനില്ല, യഹൂദൻ തീർന്നു, യഹൂദന്റെ കൂട്ടക്കുരുതി, യഹൂദൻ അവസാനിച്ചു. പക്ഷേ അന്ന് യഹൂദന്മാർ ഒരുമിച്ച് നിലവിളിക്കും, ഒരുമിച്ച് നിലവിളിക്കും, ഒരുമിച്ച് നിലവിളിക്കും. ഞങ്ങൾ തീർന്നു, ഞങ്ങൾ അവസാനിച്ചു. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. ടിവിയിൽ ജനം അത് കാണും, ഞാൻ കാണത്തില്ല, ഞാൻ പോകും. ദൈവത്തിന്റെ സഭ കാണത്തില്ല. പക്ഷേ സ്തോത്ര, കൈവിടപ്പെട്ട നീ കാണും. രക്ഷിക്കപ്പെടാത്ത നീ അത് സോഫയിൽ ഇരുന്ന് അന്തിക്രിസ്തുവിന്റെ 666 മുദ്രയും അടിച്ച് നരകത്തിൽ വിറകുകൊള്ളിയാകാൻ ഒരുങ്ങി നീ അത് കാണും. പക്ഷേ ദൈവത്തിന്റെ സഭ കാണുകയില്ല. സകല ടിവിയും സകല വാർത്താ മാധ്യമങ്ങളും പറയും ഇനി യഹൂദൻ ഇല്ല, ഇനി യഹൂദൻ ഇല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, ജീവിതം ഇനി ഇല്ലെന്ന് പറയുമ്പോൾ കടലിന് മുകളിൽ 4-ാം യാമത്തിൽ ഇറങ്ങി നടന്നവനായ കർത്താവ് യഹൂദൻ ഇനി ഇല്ല എന്ന് പറയുമ്പോൾ മഹാപ്രവാഹത്തോടെ, വലിയ തേജസ്സോടെ ഇതാ മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകും. അതാണ് ദ ഗ്ലോറിയസ് അപ്പിയറൻസ്, മഹത്വ പ്രത്യക്ഷത. ആ മഹത്വ പ്രത്യക്ഷതയ്ക്ക് സഭയെ ചേർത്ത് 7 വർഷത്തിന് ശേഷം കർത്താവ് കടന്നു വരുന്നത് യഹൂദന് വേണ്ടി മഹത്വ പ്രത്യക്ഷതയാണ്. മഹത്വ പ്രത്യക്ഷതയ്ക്കായി സ്തോത്രം. യെരൂശലേമിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ളതായ ഒലിമലയിൽ യേശു നിൽക്കും, ഒലിമലയിൽ യേശു നിൽക്കും. അന്ന് യഹോശാഫാത്തിന്റെ താഴ്വരയിൽ റഷ്യ, ചൈന, ടർക്കി, സ്തോത്രം, അതേ നോർത്ത് കൊറിയ തുടങ്ങിയുള്ളതായ ജാതികളുടെ, സകല അറബ് നാടുകളുടെ സൈന്യം അവിടെ ഒരുമിച്ച് കൂടി നിൽക്കും. ആ യുദ്ധത്തിന്റെ പേരാണ് അർമഗദോൻ. എന്റെ ബൈബിൾ പറയുന്നു, കർത്താവ് അവരെ കൊളുത്തിട്ട് കൊണ്ടുവരും. ആ യഹോശാഫാത്തിന്റെ താഴ്വരയിൽ യഹൂദന്മാരെ ഭസ്മീകരിക്കാൻ വേണ്ടി അവർ നിൽക്കുമ്പോൾ സെഖരിയ 14 പറയുന്നു, അവർ നിൽക്കേ തന്നെ ഉരുകിപ്പോകുവാൻ, വേപ്പറൈസ് ആകുവാൻ, അവർ നിൽക്കുമ്പോൾ തന്നെ ധൂളിയാകുവാൻ, അവർ നിൽക്കുമ്പോൾ തന്നെ ധൂളിയായി പോകും. സെഖരിയാവിന് ആ കാലത്ത് എഴുതാൻ അറിയത്തില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം, അതാണ് ന്യൂക്ലിയർ ബ്ലാസ്റ്റ്, അതാണ് സ്തോത്രം, അതേ ന്യൂക്ലിയർ യുദ്ധം. അന്ന് ജാതികളെ കർത്താവ് ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് ആ ജാതികളെ സൈന്യം മുഴുവൻ യഹൂദനെതിരെ നിൽക്കുന്നവർ നശിച്ചു പോകും, യഹൂദനെതിരെ നിൽക്കുന്നവർ നശിച്ചു പോകും. ദൈവത്തിന്റെ ജനത്തിനെതിരെ ആര് നിന്നാലും അതിന് ഒറ്റ വാക്കിൽ ഞാൻ പറയും, ആന്റി സെമിറ്റിസം. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത യഹൂദനാകട്ടെ, പാസ്റ്ററാകട്ടെ, പ്രവാചകനാകട്ടെ, വിശ്വാസിയാകട്ടെ, ദൈവത്തിന്റെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തതായ ഏത് വ്യക്തിക്കെതിരെ ആര് നിന്നാലും അതിന്റെ പേരാണ് ആന്റി സെമിറ്റിസം. ഹിറ്റ്ലറിന് എന്താ സംഭവിച്ചത്? സ്റ്റാലിൻ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ ജനത്തിനെതിരെ ആര് നിന്നാലും അവൻ തകർക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം ഇത് ദൈവത്തിന്റെ നിർദ്ദേശമല്ല, ദൈവത്തിന്റെ കൽപ്പനയാത്രയാ. അയ്യോ, സുവിശേഷകന്മാർ ആരോ പേടിച്ചു. സ്തോത്രം. അതേ പേടിയുള്ളവൻ വീട്ടിലിരിക്കട്ടെ, ധൈര്യമുള്ളവൻ ഇന്ത്യയിൽ ഓടി നടന്ന് ദൈവത്തിന്റെ വചനം പറയട്ടെ. കാരണം സ്തോത്രം, ഭീരുത്വത്തിന്റെ ആത്മാവല്ല പരിശുദ്ധ ആത്മാവ്. അവൻ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവത്രേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതേ ജാതികൾ യഹോശാഫാത്തിന്റെ താഴ്വരയിൽ വെച്ച് തകർക്കപ്പെടും. ആ യുദ്ധത്തിന്റെ പേരാണ് അർമഗദോൻ. അപ്പോൾ ഇതാ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത ഈ പറയപ്പെട്ട സകല TV ചാനലുകളും ലൈവായി കാണിക്കും. കിങ് ജീസസ് ഈസ് കമ്മിങ് ബാക്ക്. യേശു കർത്താവ് മടങ്ങി വരുന്നു. യേശു
യേശു കർത്താവ് മടങ്ങി വരുന്നു. ടിവിയുടെ മുന്നിലിരുന്ന് നീ കാണും, ഓ യേശു വരുന്നു. ടിവിയുടെ മുന്നിലിരുന്ന് നീ കാണും, യേശു വരികയാണ്. രാജാതി രാജാവായി, കർത്താതി കർത്താവായി, ദൈവാതി ദൈവമായി 1000 ആണ്ട് സമാധാനത്തിന്റെ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിപ്പാൻ യേശു കർത്താവ് വരുന്നത് ടിവിയുടെ മുമ്പിലിരുന്ന് നീ കാണും. പക്ഷേ ദൈവത്തിന്റെ ജനം അവന്റെ പിൻപിലുണ്ടായിരിക്കും. നീ ടിവിയുടെ മുൻപിലെങ്കിൽ ഞങ്ങൾ അവന്റെ പിൻപിലായിരിക്കും. ഇന്ന് രാത്രി രക്ഷാ ദിവസമാകട്ടെ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാട്ടെ. നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിപ്പാൻ വേണ്ടി പോകുകയാണ്. യേശു കർത്താവ് അതേ റോമക്കാരുടെ രാജാവ്, യേശു കർത്താവ് ജ്ഞാനികളാകുന്ന സ്തോത്രം ഗ്രീക്കുകാരുടെ രാജാവ്, യേശു കർത്താവ് യഹൂദന്മാരുടെ രാജാവ്. സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ യേശു കർത്താവ് സാമ്രാജ്യങ്ങളുടെ രാജാവ്, ജാതികളുടെ രാജാവ്, യഹൂദന്റെ രാജാവ്. വൈ? ഹീസ് ദ കിങ് ഓഫ് കിങ്. അവൻ രാജാതി രാജാവ്, രാജാതി രാജാവ്. യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നു, മെസ്സിഹായേ വരണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും കണ്ണുനീരില്ലാത്ത സുവിശേഷം നമുക്ക് വേണ്ട. കണ്ണുനീരിലാണ് ആരെങ്കിലും എന്തെങ്കിലും നേടിയത്. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പ്രേ ഫോർ ദ പീസ് ഓഫ് ജെറുസലേം. യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സത്യക്ക് പലസ്തീൻ പാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പലസ്തീൻ വിശ്വാസികളുടെ നടുവിൽ നിന്ന് ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. പലസ്തീൻ സഭകളിൽ ഉള്ളതായ വിശ്വാസികളുടെ ദൈവവചനം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് യഹൂദനെന്നും പലസ്തീനി എന്നും സ്തോത്രം തെക്കേ ഇന്ത്യക്കാരനെന്നും വടക്കേ ഇന്ത്യക്കാരനെന്നും അമേരിക്കക്കാരനെന്നും റഷ്യക്കാരനെന്നും ദൈവസഭയ്ക്ക് വിവേചനമില്ല. സഭയ്ക്ക് സ്തോത്രം ആർക്കു വേണ്ടി വാദിക്കാൻ സമയമില്ല.